ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം LDL, HDL, ട്രൈഗ്ലിസറൈഡ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ടേംസ് എപ്പോഴും ഈ പുതിയ കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതുപോലെ തന്നെ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിനെല്ലാത്തിനും വ്യക്തമായ മീനിങ്ങുകളുണ്ട്. ഇതെല്ലാം ഫാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്കറിയാം. ശരീരത്തിൽ ഇതെവിടെയാണ് എത്രമാത്രം ആകണം എന്നൊക്കെയുള്ള ഒരു വാല്യൂ, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവുമുണ്ട്. ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വില പിടിച്ച പല രോഗങ്ങളും നമ്മളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അതിനെ അംഗീകരിച്ച് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു തോട്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് ലെവൽ ഈസ് 249. ആം ഐ സേഫ്. അത് എനിക്ക് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ട്രൈഗ്ലിസറൈഡ്, അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാല്യൂവിൻ്റെ ലിമിറ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. നമ്മൾ കൊഴുപ്പ്, ഫാറ്റ്, ലിപ്പിഡ് എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകൾ ഇന്ന് വളരെ സർവ്വസാധാരണമായി നമ്മൾ ഏതൊരു മാസിക വായിച്ചാലും പത്രത്തിലൂടെയും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് നമുക്കതിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ശ്രദ്ധേയമായ രീതിയിലേക്ക് മാറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട രീതി, നമ്മുടെ സമഗ്രമായ ആരോഗ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമഗ്രമായ ഈ ആരോഗ്യത്തെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമഗ്രാരോഗ്യത്തെ നമുക്ക് സ്വീകരിക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു രോഗമെന്ന് പറയുന്നത് പൊതുവെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പലപ്പോഴും സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളിലേക്കായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി സ്വല്പം കൂടെ കരുതലോടെ ജീവിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയമാണ്. സോ ദ ടൈറ്റിൽ ഈസ് മൈ ട്രൈഗ്ലിസറൈഡ് ലെവൽ ഈസ് 249. ആം ഐ സേഫ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ എന്താണ് ട്രൈഗ്ലിസറൈഡ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ വരും. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു ഫാറ്റാണ്, ഒരു കൊഴുപ്പാണ്. അതിൽ നമ്മൾ സാധാരണ ലിപ്പിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രക്തത്തിൽ കാണപ്പെടുന്ന ഒരു കൊഴുപ്പാണ്. നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നതിന് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കൊഴുപ്പിൻ്റെ ഘടകമായിട്ട് നമുക്കിതിനെ കാണാം. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന കലോറികൾ നമ്മളുടെ ഭക്ഷണത്തെ അത് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലോറിഫിക് വാല്യൂ ആയിട്ട് മാറും, അല്ലെങ്കിൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ശരീരത്തിൽ ഉപയോഗിച്ച് ബാലൻസ് വരുന്ന ഈ എനർജി സെൽസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഊർജത്തെ ട്രൈഗ്ലിസറൈഡുകളായി മാറ്റുന്നു. ഇതെങ്ങനെ മാറ്റുന്നത് കരളാണ്, ലിവറാണ്. അപ്പോൾ അത് ട്രൈഗ്ലിസറൈഡുകൾ ഉണ്ടാക്കി അത് ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ സംഭരിക്കുന്നു. ഇതാണ് ഈ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലാകാം, ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ തന്നെ ചില പ്രത്യേക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ കുറേ കണ്ടന്റുകൾ ഊർജ്ജമായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ, എടുക്കുന്ന ഫുഡിനെ നമ്മൾ ഊർജ്ജമായിട്ട് അത് ശരീരം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ കൺവേർട്ട് ചെയ്യുന്ന ഊർജ്ജം ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ ഇത് ശരീരത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഉയർന്ന തരത്തിലുള്ള ട്രൈഗ്ലിസറൈഡുകൾ, നമുക്ക് LDL, HDL, ട്രൈഗ്ലിസറൈഡ്, ഈ മൂന്നും കൊഴുപ്പുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗങ്ങളാണ്.
LDL എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. സത്യത്തിൽ കൊഴുപ്പിനെ ആർട്ടറികളിലേക്ക്, ഹൃദയത്തിൻ്റെ ധമനികളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ LDLനെ പറയുന്നത്. LDL മോശമാണെന്ന് പറയും, പക്ഷെ അത് മോശമൊന്നുമല്ല, അത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ LDLൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഹൃദയ രോഗങ്ങളും ആർട്ടറിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ HDL എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന കൊഴുപ്പിനെ തിരിച്ച് ലിവറിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഏജൻറ്റ്, ഒരു ട്രാൻസ്പോർട്ടിങ് ഏജൻ്റാണ്. അതിനെ നമ്മൾ കൂടുതൽ ബെറ്റർ, നല്ല ഗുഡ് കൊളസ്ട്രോൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടി തന്നെ എനർജിയെ കൃത്യമായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ, സൂക്ഷിച്ച് വെക്കാൻ പറ്റും, സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ട്രൈഗ്ലിസറൈഡിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഉയർന്ന തരത്തിലുള്ള ട്രൈഗ്ലിസറൈഡുകൾ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ, നമുക്കറിയാം പണ്ടത്തെ കാലത്ത് നമ്മൾ നടന്നു പോകും, അല്ലെങ്കിൽ സൈക്കിളിൽ പോകും, അതല്ലെങ്കിൽ നല്ല അധ്വാനം ഉണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ കൂടുതലാണ്. നമ്മുടെ മേശ, നമ്മളുടെ മേശയിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ്. ആ ഓരോ സമയക്രമത്തിന് അതിലും കൂടുതൽ, അതിനനുസരിച്ച് അതിനേക്കാളും കൂടുതൽ ഭക്ഷണം ഇപ്പോഴും നമ്മുടെ മേശപ്പുറത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ ഈ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തിന് ഉപയോഗിക്കേണ്ട ഊർജ്ജമാക്കിയാലും ബാക്കി ഊർജ്ജം നിലനിൽക്കുമ്പോൾ അത് ഉയർന്ന തരത്തിലേക്ക് ഈ രീതിയിൽ സംഭരിക്കപ്പെടുമ്പോൾ ഹൃദയരോഗം, സ്ട്രോക്ക് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അങ്ങനെ ഉയർന്ന ട്രൈഗ്ലിസറൈഡ് അപകട സാധ്യത പ്രധാനമായിട്ടും ഹൃദയരോഗം, ഹൃദയത്തിൻ്റെ ആർട്ടറികൾക്ക് ബ്ലോക്കുകൾ ഉണ്ടാക്കും. കാരണം കൊഴുപ്പടിയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആർട്ടറികളാണ്. അപ്പോൾ ഹൃദയത്തെ തന്നെ പ്രവർത്തിപ്പിക്കാനുള്ള മെയിൻ ആർട്ടറികളിലൊക്കെ ഈ പറയുന്ന പോലെ കൊഴുപ്പടിയുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. പിന്നെ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക്, സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രധാനം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ എല്ലായിടത്തും വരും, എങ്കിൽ പോലും സ്ട്രോക്ക് അങ്ങനെയുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് പാൻക്രിയാറ്റിക് ഇൻഫ്ലമേഷൻ, നമ്മുടെ ഗ്രന്ഥിയിൽ വീക്കമുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ മെറ്റാബോളിക് സിൻഡ്രോം, ഉപാപചയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥ, രക്തസമ്മർദ്ദം, ഷുഗർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള തലങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഉയർന്ന തലത്തിലുള്ള ട്രൈഗ്ലിസറൈഡുകൾ എപ്പോഴും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പെട്ടെന്നില്ലെങ്കിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ ഇതിൻ്റെ ഒരു അളവ് നമ്മളിങ്ങനെ പറയാറുണ്ട്, 150 mg/dl. ഇതാണ് സാധാരണ ഉള്ള ഒരളവ്. അതിന് താഴെ ആയിരിക്കണം, 180 താഴെ. എന്നാൽ 150 മുതൽ 199 വരെയുള്ള ഒരു സേഫ് ലിമിറ്റും പറയുന്നുണ്ട്. അതാണ് അതിൽ ഉയർന്നത് ഏകദേശം 200 മുതൽ 500, 599 വരെയുള്ള ആ ലെവലുകൾ ഉയർന്നതാണ് എന്നുള്ള രീതിയിലാണ് കൃത്യമായി പറയുന്നത്. വീണ്ടും 500 മുകളിൽ തീർച്ചയായിട്ടും വളരെ ഉയർന്ന ലെവലാണ്. അത് തീർച്ചയായും പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ 249 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ തീർച്ചയായിട്ടും ഒരു ഉയർന്ന നിരക്കാണ്. എന്നാൽ അത് ഒരു വലിയ ഉയർന്ന നിരക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ യുവർ ലെവൽ ഓഫ് 249 falls into the high range, and which may increase your risk of cardiovascular, pancreatitis and other health issues. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. സോ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്, എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ട്രൈഗ്ലിസറിൻ്റെ വർക്ക് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആരെങ്കിലും ട്രൈഗ്ലിസറൈഡ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തവരുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയൂ. ഞാൻ ചെയ്തിരുന്നു ഒരു 4-5 മാസം മുമ്പ്. 219 ആയിരുന്നു എൻ്റെ ട്രൈഗ്ലിസറൈഡ്. 219 എന്ന് വെച്ചാൽ നോർമൽ ലെവലിൽ സ്വല്പം കൂടുതലാണെന്ന്. ഓക്കെ. അപ്പൊ സാർ എന്ത് പ്രിക്കോഷനാണ് എടുക്കുന്നത്? എന്തോ 219 ലെവലിൽ വരുമ്പോൾ എന്ത് പ്രിക്കോഷനാണ് ചെയ്യുന്നത്? ഏത്? അല്ല, ആ ലെവലിൽ സാർ എന്ത് പ്രിക്കോഷനാണ് എടുക്കുന്നതെന്നാ ചോദിച്ചത്. ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കണം പണ്ട് മുതൽ തന്നെ. നേരത്തെ മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കാത്തപ്പോൾ നല്ല ഹൈ വാല്യൂ വരുന്നുണ്ടോ? കൂടുതൽ വരും. ഹൈ വന്ന് കഴിച്ചിട്ടും ഇത് പണ്ട് ഇതിന് കൂടുതലായിരുന്നു. ഏതാണ്ട് 300 ഒക്കെ വന്നിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞപ്പോ 219 ആയി. 219 ആയി. ഓക്കെ. അതല്ലാതെ ശാരീരികമായ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? എന്ന് വെച്ചാൽ എക്സസൈസുകള്, വാക്കിംഗ്, ഭക്ഷണ ക്രമീകരണം. ഭക്ഷണം ഇപ്പൊ മില്ലറ്റ്സാ കഴിക്കണം. അപ്പൊ അതിന് വ്യത്യാസം വന്നോ? ശരിക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിക്കും വ്യത്യാസം. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ?
പറയൂ പ്രവീൺ. സാർ കേൾക്കാമോ സാർ? കേൾക്കാം, പറയൂ. സാറേ എനിക്കും എനിക്ക് 350 ആയിരുന്നു. ആ. പിന്നെ മരുന്നൊന്നും കഴിച്ചില്ല. ഡയറ്റും എക്സസൈസും ചെയ്തപ്പോഴത്തേക്കും നോർമലായി. 140 ഒക്കെ ആയി. ഓക്കെ 350 ആയിരുന്നു. എത്ര 250യോ? 350. 350 ആയിരുന്നു. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു റുട്ടീൻ കൺട്രോൾ കൊണ്ട് അത് ക്ലിയർ ആയി അല്ലേ? ക്ലിയർ ആയി. ഓക്കെ ദാറ്റ്സ് ഗുഡ്. അത് തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു ഉദ്ദേശവും. നമ്മൾ മരുന്ന് കഴിക്കാതെ അത് നമ്മളെ ശ്രദ്ധ, നമ്മൾ ഒരു അവയർനെസ്സിന്റെ ഭാഗമായിട്ട്. എനിക്കിടയ്ക്ക് സ്ട്രോക്ക് വന്നു. ഞാൻ ഇപ്പോഴും കോപ്പിലേറ്റ് ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്, ബ്രെഡ് അരി വിട്ടത്. പിന്നെ അതുകൂടാതെ ഇപ്പം രാത്രിയിലെ ആഹാരം കഴിക്കുന്നത് മില്ലറ്റാണ്. ഉച്ചയ്ക്ക് വളരെ ചോറ് കുറയ്ക്കും, വളരെ ആഹാരം എല്ലാം കുറച്ചിട്ടുണ്ട്. ട്രൈഗ്ലിസറിനൊക്കെ നോർമലാണ്. ഓക്കെ. LDL HDL ഒക്കെയോ? ഇല്ല നോക്കിയില്ല. ഓക്കെ. LDL HDL ട്രൈഗ്ലിസറൈഡ്, ഈ 3 കാര്യങ്ങളാണ് അതൊക്കെ നോർമൽ മാക്സിമത്തിൽ നിൽക്കുന്നു. നിൽക്കുക, ലിമിറ്റിൽ നിൽക്കുകയാണ്. ശരി. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എവരിബഡി എൽസ്? ടോമി സാർ. ഞാൻ ഈയിടെ ഓൾ ബോഡി ചെക്കപ്പ് നടത്തിയിരുന്നു. എനിക്ക് ട്രൈഗ്ലിസറിനെ കുറിച്ച് ഗ്ലിസറിസൈഡിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഓൾ ബോഡിയിൽ അത് കാണും സാർ. ഇതൊന്നും എടുത്ത് നോക്കിയാൽ മതി. റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. പക്ഷെ എനിക്കതൊന്നും ദോഷകരമായ രൂപത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറഞ്ഞില്ല. ഓക്കെ. കുഴപ്പമുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ? യെസ് സർ. ഓക്കെ. ഇനി ആരാ ഷെയർ ചെയ്യാൻ? സാറേ, ഞാൻ എല്ലാ ദിവസവും രാവിലെ 2 മുട്ട കഴിക്കുന്ന ആളാണ്. എന്നാൽ എനിക്ക് ട്രൈഗ്ലിസറൈഡ് 120 ഉള്ളൂ. 120 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതായിട്ടുള്ള LDL മറ്റേ കൊളസ്ട്രോളൊക്കെ 125 ഉള്ളൂ. ടോട്ടൽ കൊളസ്ട്രോൾ. ഞാൻ ആഹാരമൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നു. രാവിലെ നട്ട്സും മുട്ടയും മാത്രമേ കഴിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് സ്വല്പം ചോറ് കഴിക്കും, ഒരു പിടി പോലും ഇല്ല. ബാക്കിയെല്ലാം വെജിറ്റബിൾസ് പിന്നെ ഫിഷും ഒക്കെയാണ്. പിന്നെ വൈകുന്നേരവും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല. മുഴുവനും ഈ പറയുന്ന സലാഡും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം തീർച്ചയായിട്ടും ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ ഷുഗർ മാത്രം ഇച്ചിരി ഉണ്ട്. കാരണം പിന്നെ ഈ ഷുഗർ എനിക്ക് ഇപ്പം 148 ഉണ്ട് ഫാസ്റ്റിങ്ങില്. 200 റാൻഡം ഷുഗർ. ഇപ്പം കൂടി ഗ്ലൂക്കോസ് കൂട്ടിയാൽ മതി. ഗ്ലൂക്കോസ് അല്ല, സോറി, നമ്മുടെ ഇൻസുലിൻ കൂട്ടിയാൽ മതി എന്നാണ്. അതിന് പകരം നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന മില്ലറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ? ഉണ്ട്. മില്ലറ്റ് നമ്മുടെ ഓട്സ് കഴിക്കുന്നു. ഓക്കെ. താങ്ക് യു സാർ. രമാവതി മാം പറയും. സാറേ, എനിക്ക് കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതായത് 2-3 മാസത്തിന് കൂടുമ്പോ നമ്മൾ രണ്ടുപേരും എല്ലാ ബ്ലഡും എല്ലാ ടെസ്റ്റും നടത്തുന്ന ആൾക്കാരാണ്. അവരിവിടെ വന്നിട്ട് ബ്ലഡ് കൊണ്ടുപോകും. അപ്പം ഇപ്രാവശ്യം നോക്കുമ്പം HDL 0.40, അതുപോലെ LDL 100. അപ്പം ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു ദിവസം രാത്രി പിന്നെ 5 mg റെഡിസ്റ്റാറ്റ് കഴിക്കാറുണ്ട്, 5 mg മാത്രം. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ടാബ്ലറ്റ് നിർത്തിക്കോന്ന്. പക്ഷെ എന്റെ മോള് പറയുന്നു, മെഡിക്കൽ മൈക്രോബയോളജി ബയോമെഡിക്കൽ സയന്റിസ്റ്റ് ആണ്, മോള് പറയുന്നു, മമ്മി അവർ പറയുമ്പോ പെട്ടെന്ന് ഒരിക്കലും നിർത്തല്ല, അത് കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. ഷുഗർ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല. ശരീരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് സാവകാശം അതിനെ ഓക്കെ. വേണുഗോപാൽ സാർ. ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ ഇനി ചെയ്യുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഇത് നോർമൽ ചെക്കിങ്ങിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരു ജനറൽ ചെക്കിങ് ചെയ്യാറുണ്ട്. ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട്. അതിനകത്തൊക്കെ ഇത് വരും. നോർമലി വരും. അതിനൊരു 1000 rupees 1200 മറ്റാണ്. അത് ഒരുപാട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനകത്ത് ഇത് വരും സാർ. അപ്പൊ അത് ലിമിറ്റിലാണ്. ഞാനത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു കൂടുതൽ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പറയാൻ പറ്റില്ല. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ. നമുക്ക് എന്താണ് ഈ പ്രോസസ്സ് ഒന്ന് നോക്കാം.
എന്താണ് ഒരിക്കൽ കൂടി നമുക്ക് ട്രൈഗ്ലിസറൈഡ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഇതൊരു ലിപ്പിഡാണ്, കൊഴുപ്പാണ്. ഇതിന് ഗ്ലിസറോൾ തന്മാത്രയിൽ 3 ഫാറ്റി ആസിഡുകൾ ചേർന്ന് രൂപം കൊള്ളുന്ന ഒരു കണ്ടന്റാണിത്. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിനെ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഒരു തന്മാത്രയാണ്. അത് തന്നെയുമല്ല, ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡുകൾ ഉണ്ടെങ്കിൽ ശരീരത്തിന് ഊർജം ആവശ്യം വരുമ്പോൾ ഈ ട്രൈഗ്ലിസറൈഡുകളെ വിഘടിപ്പിച്ച് വീണ്ടും അത് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലിസറോളുകൾ വീണ്ടും, അപ്പോൾ ഈ എപ്പോഴും ശരീരത്തിൽ ഈ ഗ്ലിസറോളിൻ്റെ ഒരു കണ്ടന്റ് എപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഇതും ഫാറ്റി ആസിഡുകളുടെ 3 കമ്പോണൻസും കൂടെ ചേർന്നിട്ട് ഉണ്ടാകുന്ന രൂപമാണ്. സോ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക കലോറികൾ ശരീരത്തിലെ ഫാറ്റ്സിൽ അല്ലെങ്കിൽ കൊഴുപ്പ് കോശങ്ങളിൽ അത് സൂക്ഷിച്ചു വയ്ക്കും. പ്രധാനമായിട്ടും അതിൻ്റെ ഉറവിടങ്ങൾ എവിടുന്നാന്ന് നോക്കാം. എവിടുന്നൊക്കെയാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? ഭക്ഷണം തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉറവിടം. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണം വെണ്ണ, എണ്ണ, മാംസം, അങ്ങനെയുള്ള കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ. എല്ലാത്തരം മാംസത്തിലും കൊഴുപ്പുണ്ട്. ചില മാംസത്തിൽ കൊഴുപ്പ് വളരെ കൂടുതലാണ്. വെണ്ണ, എണ്ണ, ഇതിലെല്ലാം ഈ പറയുന്ന സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. omega-3 ഫാറ്റ്, omega-6, omega-9, ഇങ്ങനെയൊക്കെ. 3 ആണ് ഏറ്റവും ബെസ്റ്റ്, അതിൻ്റെ അത് ഏറ്റവും കണ്ടന്റ് കുറവായിരിക്കും. പക്ഷേ 6ഉം 9ഉം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബേക്കറി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 6, 9 ഒക്കെ പറഞ്ഞ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള കൊഴുപ്പുകളുടെ അളവ് കൂടാനുള്ള, ശരീരത്തിൽ ഗുണകരമല്ലാത്ത കൊഴുപ്പുകളുടെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ ട്രൈഗ്ലിസറൈഡുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത്. ദെൻ കരൾ ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. കരൾ അധിക കലോറിയെ ട്രൈഗ്ലിസറൈഡുകളാക്കി മാറ്റുന്നു. അപ്പോൾ കൂടുതൽ നമ്മളെ എനർജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കലോറികൾ നമ്മൾ ഓൾറെഡി ഭക്ഷണത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കരളിൽ ചെല്ലും, ലിവറിൽ ചെല്ലും. ലിവർ അതിനെ ട്രൈഗ്ലിസറൈഡായിട്ട് മാറ്റും. ഈ അധിക കലോറികൾ ശരീരത്തിന് ആവശ്യത്തിലധികം നമ്മൾ കഴിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ പാർട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി സംഭരിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയും കൂടെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഇതാണ് ഉറവിടം എന്ന് പറയുന്നത്. ഇനി ശരീരത്തിൽ എന്തിനാണ് ട്രൈഗ്ലിസറൈഡ്? നമുക്കറിയാം ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡുകളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങൾ ഇതിന് പറയും. ഒന്ന്, ഊർജ്ജ സ്രോതസ്. നമ്മുടെ ശരീരത്തിന് ഊർജം വേണ്ട സമയത്ത് കൃത്യമായി ഊർജം തരുന്ന ഒരു കണ്ടന്റാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. ഇത് വിഘടിച്ച് ഫാറ്റി ആസിഡുകളായിട്ടും ഊർജമായിട്ടും മാറും. നമ്മൾ ആദ്യം പറഞ്ഞു 3 ഫാറ്റി ആസിഡുകളും ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു തന്മാത്രയും കൂടി ചേർന്നിട്ടാണ് ശരിക്കും ട്രൈഗ്ലിസറൈഡ്. അതിനെ വിഘടിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ഫാറ്റി ആസിഡുകളായി മാറ്റും. അതോടൊപ്പം തന്നെ ഊർജമായിട്ട് മാറും. ഈ ഊർജം എന്ന് വെച്ചാൽ ദീർഘകാല ഊർജ്ജ സ്രോതസ്സായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് എവിടെയൊക്കെയാണ് ഉള്ളത്, എവിടെയൊക്കെ ഫാറ്റ് ഉണ്ടോ അതെല്ലാം ദീർഘകാലം അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘകാലം ഊർജം നൽകുന്നു. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇതാണ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് 9 കലോറി നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഉപവാസം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഊർജ്ജം ലഭിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഉപവാസമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനിടയിൽ നമുക്ക് എനർജി തരുന്ന പാർട്ടെന്ന് പറയുന്നതും ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡാണ്. അതിനെ വിഘടിപ്പിക്കും. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അതിനെ വിഘടിപ്പിച്ച് ഊർജം ശരീരം സ്വീകരിക്കും. അത് നമ്മൾ പ്രത്യേകം പറയണ്ട. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ശരീരത്തിനുള്ള ഈ സ്റ്റോറേജിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ്ടും വിഘടിച്ച് എനർജിയായിട്ട് മാറ്റും. അതുപോലെ വ്യായാമം, അധികമായി ഒരു വ്യായാമം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വ്യായാമമൊന്നും വേണ്ട, നമ്മൾ സ്റ്റെപ്പ് കയറുകയെന്നിരിക്കും. 3-4 നിലകളുള്ള ഒരു കെട്ടിടത്തിലേക്ക് സ്റ്റെപ്പിൽ കയറി പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ എനർജി ചോർന്നു പോകുന്നതായിട്ട് തോന്നും. പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ, അല്ലെങ്കിൽ കഥയ്ക്കുന്നതായി കാണാം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എക്സ്ട്രാ എനർജി, ദീർഘനേരം വ്യായാമം ചെയ്യുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ട്രൈഗ്ലിസറൈഡ് വിഘടിപ്പിച്ചത് ഊർജ്ജമാക്കി മാറ്റും. അപ്പോൾ ശരീരത്തിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഊർജത്തിൻ്റെ തലം ഇതാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അത് ഇങ്ങനെയുള്ള ഈ ട്രൈഗ്ലിസറൈഡുകൾ കൃത്യമായിട്ട് സംഭരിച്ചു വെക്കാനുള്ള ഒരു സിസ്റ്റവും നമ്മുടെ എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയും. ഊർജ്ജ സംഭരണ സംവിധാനം അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. എവിടേക്കാണ് ഇത് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊലിയുടെ താഴെ, ചർമ്മത്തിൻ്റെ കീഴിൽ സബ്ക്യൂട്ടിനസ് ഫാറ്റ് എന്ന് പറഞ്ഞ പോലെ വയറിന് ചുറ്റും, അബ്ഡമന് ചുറ്റും, തുടകൾ, തൈസിൽ, ബട്ടക്സിന്, അതുപോലെ തന്നെ മുഖം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഈ വരുന്ന കൊഴുപ്പുകൾ അല്ലെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അഡിപ്പോസ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്.
അവിടെയെല്ലാം ഇത് സൂക്ഷിച്ചു വയ്ക്കും. അതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമായി സത്യത്തിൽ അതൊരു പ്രൊട്ടക്ഷനായിട്ട് തന്നെ യൂസ് ചെയ്യാം. അതിന് വിസറൽ ഫ്ലാറ്റ് എന്ന് പറയും. വിസറൽ ഫ്ലാറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമായിട്ടും ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡുകളുടെ ഒരു ആവരണം ഉണ്ടായിരിക്കും. അത് സത്യത്തിൽ അതിനൊരു പ്രൊട്ടക്ഷനാണ്. അതിന് വേറെ ചില ഫങ്ഷൻസ് ഉണ്ട്. ദെൻ വയറിനുള്ളിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഇത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. കരള്, കുടല്, ഹൃദയം ഇങ്ങനെയുള്ള അവയവങ്ങൾക്കൊക്കെ ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ സൂക്ഷിക്കാം. അതുപോലെ മാംസപേശികളുടെ ഇടയിൽ ഇന്റർ മസ്കുലർ ഫാറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അവിടെയും ഫാറ്റുകളുണ്ട്. ദെൻ അസ്ഥികളുടെ ചുറ്റും ബോൺ മാരോ ഫാറ്റ്, അതുപോലെ വൃക്കയ്ക്കൂട്ടും പെരീനിയൽ ഫാറ്റ്, അതുപോലെ ഹൃദയത്തിന് എപ്പികാർഡിയൽ ഫാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും, അതായത് ശരീരത്തിനകത്ത് തന്നെ ഇത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ശരീരത്തിൽ കൃത്യമായിട്ട് ഇത് സംഭരിക്കുന്നു. എവിടെയൊക്കെ സംഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഈ ഫാറ്റിൻ്റെ മോളിക്യൂൾസ് കൃത്യമായി സൂക്ഷിക്കുന്നതാണ്. ഇനി മറ്റൊരു പാർട്ടെന്ന് വെച്ചാൽ അവയവങ്ങളെ സംരക്ഷിക്കൽ. ഞാൻ പറഞ്ഞ എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ചുറ്റുമായിട്ടും ഇത് സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു സംരക്ഷണ പാളി പോലെ നിലനിൽക്കുന്നുണ്ട്. ഒരു കുഷനിങ് ഇഫക്റ്റാണ്. ആന്തരിക അവയവങ്ങൾക്ക് ഇളക്കം തട്ടാതെ, ഇപ്പോൾ നമ്മളൊന്ന് വീഴുന്നു അല്ലെങ്കിൽ നമ്മളൊന്ന് ഇടിക്കുന്നു, ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഉണ്ടാകാതെ കൃത്യമായ ട്രോമകളോ അല്ലെങ്കിൽ പ്രഷർ, കമ്പനങ്ങൾ, വൈബ്രേഷൻ ഒന്നും സംഭവിക്കാതെ കൃത്യമായിട്ട് നമ്മളെ സൂക്ഷിക്കും. ഇതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ താപനിലയെ കൃത്യമായിട്ടത് സൂക്ഷിക്കും. താപനില കൊഴുപ്പ് കോശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻസുലേഷനായിട്ട് വർക്ക് ചെയ്യും. അവയവങ്ങൾക്ക് തണുപ്പ്, ചൂട് എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷിക്കും. നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തണുപ്പും ചൂടും വരുന്നതിനനുസരിച്ച് ഈ ഫാറ്റ് ഒരു കവറിങ് ആയിട്ട് യൂസ് ചെയ്യും. അതിൻ്റെ അവയവങ്ങളുടെ സ്ഥാനം നിലനിർത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന അഡിപ്പോസ് ടിഷ്യൂമായി ബന്ധപ്പെട്ട് വരുന്ന ഈ കണ്ടന്റ് നമ്മളെ സഹായിക്കും. ദെൻ ഇതിന് നമ്മൾ പറയും അഡിപ്പോസ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. ശരീരത്തിലെ ഊർജ്ജം സംഭരിക്കാനും അവയവങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പല സ്ഥലങ്ങളിലായിട്ട് അത് കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എല്ലാ ഇന്റേണൽ ഓർഗൻസോടും ചേർന്ന് ഈ അഡിപ്പോസ് ടിഷ്യൂ കൃത്യമായിട്ട് ട്രൈഗ്ലിസറൈഡ് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു പരിധിയിലധികമാണെങ്കിൽ, നമുക്കറിയാം ഫാറ്റ് ഒരു പരിധിയിലധികമാണെങ്കിൽ ശരീരത്തിൽ പ്രകടമായിട്ട് അത് കാണാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രധാനമായിട്ടും നമുക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ അമിതവണ്ണം, ഒബിസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണം എന്ന് പറയുമ്പോൾ ഫാറ്റ് ശരീരത്തിൻ്റെ നോർമൽ സ്ട്രക്ചറിനേക്കാളും കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന തലങ്ങളിലേക്ക് വരും. അത് നമുക്ക് ശരിയാ വയറിൻ്റെ ചുറ്റുമായിട്ടും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിങ്ങനെ എക്സ്പോസ്ഡ് ആകാം. അതുപോലെ ഇൻസുലിൻ പ്രതിരോധം, സാധാരണ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ കൂടുതൽ ഇൻസുലിൻ അത് കൃത്യമായിട്ട് ഉണ്ടാക്കും. അത് പലപ്പോഴും ഫാറ്റി ആസിഡുകളുടെ അളവ് കൂട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് ട്രൈഗ്ലിസറൈഡിൻ്റെ കണ്ടന്റ് കൂടും. അങ്ങനെ ഉയർന്ന ട്രൈഗ്ലിസറൈഡിലേക്ക് പോകും. ദെൻ ലിപ്പോഡിസ്ട്രോഫി, അതുപോലെ തന്നെ ഫാറ്റി ലിവർ രോഗങ്ങൾ, അപ്പോൾ ഇതിങ്ങനെയുള്ള അതുപോലെ ക്രോണിക് ഇൻഫ്ലമേഷൻ, ലിപ്പോമാസ്, അഡിപ്പോസ് ടിഷ്യൂ ഡിസ്ഫങ്ഷൻ, മെറ്റാബോളിക് സിൻഡ്രം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ ഈ അഡിപ്പോസ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ഈ കണ്ടന്റ് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇനി ശാരീരികമായിട്ട് നമുക്ക് നേരിട്ട് കണ്ടെത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇങ്ങനെ നമുക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ എനർജി ഈ പറയുന്ന പേശികളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭരിച്ചു വെച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും അതിന് ചില ലക്ഷണങ്ങളോ അടയാളങ്ങളോ ഒക്കെ അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, രക്തപരിശോധന നടത്തിയാണ് സാധാരണ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയുന്നത്. അങ്ങനെ അല്ലാതെ തന്നെ പലപ്പോഴും ഇതുണ്ട് എന്ന് ശാരീരികമായിട്ട് അതിൻ്റെ ആ സിമ്പൽ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ അടയാളങ്ങളോ ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഓൾറെഡിയുള്ള ചില കാരണങ്ങൾ ഇതാണ്. ഒന്ന്, അമിതമായ വണ്ണം, ഒബിസിറ്റി എന്ന് പറയും. ശരീരത്തിലെ അമിതവണ്ണം എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുതൽ വരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സാഹചര്യം എന്തൊക്കെയായിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ. അമിതവണ്ണം വരുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ ഹൃദയരോഗം, ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതകൾ കൂടും. കാരണം കൊഴുപ്പ് പുറത്ത് എക്സ്പോസ്ഡ് ആകുന്നതിന് മുമ്പേ ശരീരത്തിൻ്റെ ഇന്നർ പാർട്ടിൽ, പ്രത്യേകിച്ച് ആർട്ടറികൾ, രക്തക്കുഴലുകൾ അങ്ങനെയുള്ളിടത്തൊക്കെ എക്സ്പോസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടന്റ് ഒരുപക്ഷെ കുറവാണെങ്കിൽ പോലും അതിൻ്റെ ഒരു
മിനിമലായിട്ടുള്ള തലത്തിൽ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില വ്യക്തികളിൽ ശാരീരിക പ്രവൃത്തികൾ കൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അവിടെ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഫാറ്റ് സ്റ്റോർ ചെയ്യും ഹാർട്ടിന് ചുറ്റുമൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് സ്പന്ദിക്കാനുള്ള, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് മൂവ് ചെയ്യാനുള്ള, എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ കുറഞ്ഞു പോകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത. അതുപോലെ ടൈപ്പ് 2 നമ്മൾ പറയുന്ന പോലെ ഡയബറ്റീസിൻ്റെ ടൈപ്പ് 2 രോഗങ്ങൾ, ടൈപ്പ് 1 അല്ല ടൈപ്പ് 2. അതുപോലെ തന്നെ ആർത്തറൈറ്റിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് തളർച്ചയും ക്ഷീണവും. നമ്മുടെ ഹാർട്ടാണ് തളർച്ചയും ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ തളർച്ചയും ക്ഷീണവും വരും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവിടെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്ന ആ ഏരിയകളിൽ, അവിടെയുള്ള ഭാഗത്തൊക്കെ തീർച്ചയായിട്ടും ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. അതുപോലെ ആർട്ടറികൾ, രക്തക്കുഴലുകളിലൊക്കെ അതിൻ്റെ ചുറ്റിലും ഈ പറഞ്ഞ ഫാറ്റുകൾ പറ്റിപ്പിടിച്ച് രക്തഓട്ടത്തെ കുറയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ ത്വക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ത്വക്കിലെ കളർ മാറ്റം, ചില പ്രത്യേക തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് കളർ മാറുന്നത്, മഞ്ഞ കളറാകുന്നത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ കൃത്യമായിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രക്തചംക്രമണത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ലിവർ പ്രശ്നങ്ങൾ, വയറിൻ്റെ വലത്ത് ഭാഗത്ത് വേദന, അതുപോലെ തന്നെ ക്ഷീണം, അതുപോലെ ചർമ്മത്തിൻ്റെ നിറം മഞ്ഞയായി മാറുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതികളും കാണുമ്പോൾ ഏകദേശം ഇങ്ങനെ ലിവറിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ലക്ഷണത്തിൻ്റെ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂവിൽ കൂടുതൽ ട്രൈഗ്ലിസറൈഡ് കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നു? ഇത് ഒരു വലിയ പ്രോസസ്സാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഇൻറ്റേർണലായിട്ട് നടക്കുന്ന മനോഹരമായ ഒരു പ്രോസസ്സാണ്. അതിൽ രൂപീകരണത്തിൽ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഫാറ്റി ആസിഡുകൾ അതിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകണം. പിന്നെ അതിൽ നിന്ന് ഗ്ലിസറോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലിസറോളും പ്ലസ് 3 ഫാറ്റി ആസിഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലിസറോൾ ഉണ്ടാകണം. ഗ്ലിസറോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് ശരീരത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഭക്ഷണം ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ശാരീരികമായ പല സാഹചര്യങ്ങളിലും ഗ്ലിസറോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്, ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. ദെൻ വൺസ് ഗ്ലിസറൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് അഡിപ്പോസ് ടിഷ്യൂവിൽ സംഭരിക്കുന്ന ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ, ഈ പ്രോസസ്സുകളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ട്രൈഗ്ലിസറൈഡുകളുടെ വിഘടനം, അതിനെ ലിപ്പോലൈസിസ് എന്ന് പറയും. അതുപോലെ ഫാറ്റി ആസിഡുകളുടെ ഓക്സീകരണത്തിന് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എന്ന് പറയും. ദെൻ ഇതിനെ ഊർജ്ജമായിട്ട് മാറ്റുക. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിനെ വീണ്ടും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിവേഴ്സ് പ്രോസസ്സാണ്. ഓൾറെഡി നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളൊരു അമിത വ്യായാമത്തിലോ അല്ലെങ്കിൽ ശാരീരികമായ ഒരു പ്രശ്നത്തിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഫാസ്റ്റിങ്ങിലോ ഒക്കെ നമ്മൾ ഇടപെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ഈ എനർജി സൃഷ്ടിക്കും. അങ്ങനെ ശരീരം സൃഷ്ടിക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡുകൾ വിഘടിക്കുന്ന ആ പ്രോസസ്സാണ് ലിപ്പോലിസിസ് എന്ന് പറയുന്നത്. അവിടെ ഫാറ്റി ആസിഡുകളുടെ ഓക്സീകരണവും സംഭവിക്കും, അതോടൊപ്പം ഊർജ്ജം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ ട്രൈഗ്ലിസറൈഡ് ഡിവൈഡ് ചെയ്ത് ഗ്ലിസറാളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി കുറേ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഊർജ്ജം ATP പ്രൊഡക്ഷൻ എന്ന് പറയും. ഇതാണ് സത്യത്തിൽ ശരീരത്തിലെ സെല്ലുകളിലേക്ക്, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെല്ലുകൾക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെ ഊർജ്ജമാക്കുന്ന പ്രക്രിയ വേറൊരു രീതിയിലും പറയാം. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പുകൾ ജീർണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് ഫാറ്റി ആസിഡുകളായി വിഘടിക്കപ്പെടും. ഈ പ്രക്രിയയെ ലിപ്പിഡ് ഡൈജഷൻ എന്ന് പറയും. ഫാറ്റി ആസിഡുകൾ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെയാണ് ഫാറ്റി ആസിഡ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് കഴിയുമ്പോൾ അത് ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇത് പ്രധാനമായും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ അധിക കലോറികൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കരളിൻ്റെ ഒരു പ്രവർത്തനം കാണും. അതുപോലെ തന്നെ ഇതുണ്ടായി വെച്ചാൽ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകാനുള്ള ചില പ്രധാന കാരണങ്ങളാണ് നമ്മൾ കണ്ടിരുന്നു. അധികമായ കലോറികൾ സൃഷ്ടിക്കപ്പെടുന്നു. കരളിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത്. ഇവിടെ ഇൻസുലിൻ പ്രതിരോധം ഉണ്ടായാൽ അങ്ങനെയുള്ളവരിൽ കരൾ കൂടുതൽ ഫാറ്റി ആസിഡുകൾ ഉണ്ടാക്കും. അങ്ങനെ കൂടുതൽ ഫാറ്റി ആസിഡുകൾ ഉണ്ടാകുമ്പോൾ 3 ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടിച്ചേർന്ന് വീണ്ടും ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതൊരു പ്രോബ്ലമാണ്. ഇൻസുലിൻ പ്രതിരോധം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഫാറ്റി ആസിഡുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രൈഗ്ലിസറൈഡ് കൂടുതൽ വരാനുള്ള സാധ്യത. അതുപോലെ ജനിതക ഘടകങ്ങളുടെ പ്രധാനം, ജനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്.
ഇനി അത് നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികൾ ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമ്മൾ ട്രൈഗ്ലിസറിൻ്റെ വാല്യൂ അറിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു 345 ഉള്ള ഒരു സാഹചര്യം പറഞ്ഞു. അതുപോലെ തന്നെ സ്വല്പം കൂടുതലായിട്ട് നേരത്തെ മുതലേ ഉണ്ടായിരുന്ന തൗട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മരുന്ന് കൂടാതെ എങ്ങനെ നമുക്ക് ട്രൈഗ്ലിസറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റിൻ്റെ കണ്ടന്റ് കുറയ്ക്കാം? നമ്മൾ ആളുകളെ പറഞ്ഞ് കുറേ ലക്ഷണങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന, ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ, ചിലവർക്ക് മറ്റ് അങ്ങനെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഈ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് നിയന്ത്രിക്കാനുള്ള വഴികൾ? പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യപരമായ ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കുക, ഒരു ഹോളിസ്റ്റിക് എന്താ പറയുന്നത് ഫുഡ് കൺട്രോൾ ഉണ്ടാക്കുക, സമഗ്രമായ ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കുക, കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. കാരണം കൊഴുപ്പിലൂടെയാണ് ഫാറ്റി ആസിഡ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രത്യേകിച്ച് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ omega-3 ഫാറ്റ് ഉണ്ട്, omega-6 ഉണ്ട്, omega-9 ഉണ്ട്. 6 ഉം 9 ഒക്കെ വളരെ സുലഭമാണ്. അത് നമുക്ക് ശരീരത്തിന് ഗുണകരമല്ല. പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രക്രിയകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊഴുപ്പ് അല്ലെങ്കിൽ ഭക്ഷണം സ്വീകരിക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള ഭക്ഷണക്രമങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. 2 പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണം ഉൾപ്പെടുത്തുക. പഞ്ചസാരയും ശുദ്ധമായ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് എനർജി സോഴ്സാണ്. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നാച്ചുറലായിട്ടും നമുക്ക് കൂടുതൽ കലോറീസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കലോറീസ് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ കലോറിയെ ട്രൈഗ്ലിസറൈഡായിട്ട് മാറ്റിയേ പറ്റൂ. ലിവറിൽ അത് ചെല്ലുമ്പോൾ അത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൂടെ നമ്മൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടന്റും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ട്രൈഗ്ലിസറിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ വ്യായാമം, ശാരീരിക പ്രവർത്തനങ്ങൾ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരു 30 മിനിറ്റ് നേരം നമുക്ക് വ്യായാമത്തിൽ ഏർപ്പെടാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലോ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന എക്സ്ട്രാ വരുന്ന ഈ പറയുന്ന എനർജിയെ വെന്റിലേറ്റ് ചെയ്യാം. നമ്മുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ കുട്ടികളിപ്പം പൊതുവേ കുട്ടികൾ മാത്രമല്ല പ്രായമുള്ളവരൊക്കെ കൂടുതൽ മൊബൈൽ അഡിക്ഷൻ കൊണ്ട് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. ഒരുപക്ഷെ സ്കൂളിൽ കുറച്ച് സമയം കളിക്കുന്നതല്ലാതെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കുട്ടിക്കാലത്തുള്ള പോലെ ഓടിച്ചാടി തൊടികളിലൂടെയും ഗ്രൗണ്ടുകളിലും ഒക്കെ നടക്കുന്ന ഒരു രീതിയൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ വീട്ടിൽ വന്നാൽ പലപ്പോഴും പഠിക്കാനുള്ള തിരക്കും അതുപോലെ ഈ പറയുന്ന അഡിക്ഷൻസ് ഒക്കെ ആയിട്ട് മുന്നിടും. അപ്പോൾ അവിടെ ശരീരത്തിൽ എനർജി വെന്റിലേറ്റ് ചെയ്ത് കളയാനുള്ള ഒരു സാധ്യതയില്ല. ഓട്ടോമാറ്റിക്കായിട്ടും ശരീരത്തിൽ ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടി അത് ശാരീരികമായ പ്രശ്നങ്ങൾ, ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നമുക്കെപ്പോഴും ഒരു ക്ഷീണത്തിൻ്റെ അവസ്ഥ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് നേരമെങ്കിലും വ്യായാമം ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, എപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഫാറ്റുകൾ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ HDL LDL ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതക്രമത്തിൽ വ്യായാമത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും, പൊതുവേ കുറഞ്ഞിരിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധയില്ലാതെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് വ്യായാമത്തിൽ ഏർപ്പെടുക. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രൈഗ്ലിസറിൻ്റെ ലെവലുകളെ LDL HDL ഇതിൻ്റെയൊക്കെ ലെവലുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സ്വതസിദ്ധമായി സാധിക്കും. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഭാരനിയന്ത്രണം, ഒബിസിറ്റി കുറയ്ക്കുക. അപ്പോൾ അതിന് ഇത് തന്നെയാണ് നമ്മുടെ എക്സ്ട്രാ വരുന്ന എനർജി. നമുക്കറിയാം എക്സ്ട്രാ വരുന്ന എനർജി നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ നിൽക്കുമ്പോൾ ആ ടിഷ്യൂ ലെപ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഡെവലപ്പ് ചെയ്യും. ആ ലെപ്റ്റിൻ്റെ ഹോർമോണിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, ഇപ്പോൾ തന്നെ അഡിപ്പോസ് ടിഷ്യൂവിൽ ട്രൈഗ്ലിസറിൻ്റെ അളവ് കൂടുതലാണ് അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലാണ്. പക്ഷെ പലപ്പോഴും ഈ സിഗ്നൽ പോലും നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുകയോ നമുക്ക് അറിയുകയോ ചെയ്യാത്ത രീതിയിൽ ഒബിസിറ്റി കൂടും. അപ്പോൾ ഭാരം നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ പറ്റുന്നില്ല. ഗെർലിൻ എന്ന് പറഞ്ഞ മറ്റൊരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം വേണമെന്ന് പറയുന്ന ഡയറക്ഷൻ കൊടുക്കുന്ന, ബ്രെയിൻ ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു ഹോർമോൺ, ബ്രെയിൻ നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ്. അപ്പോൾ ഇവിടെ ഭാരം നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ കൃത്യമായ ഹോർമോൺ ട്രാൻസ്ഫോർമേഷൻസ് നടക്കാതെ വരും. ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു രീതിയാണ് മദ്യപാനം കുറയ്ക്കുക. മദ്യം ട്രൈഗ്ലിസറൈഡ് ഗണ്യമായിട്ട് കൂട്ടുന്ന ഒരു പ്രക്രിയ. അതുപോലെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായും ചില സന്ദർഭങ്ങളിൽ മരുന്നുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള വ്യതിയാനം കൃത്യമായിട്ട് മനസ്സിലാക്കി ആ വ്യതിയാനത്തിനനുസരിച്ച് ഈ പറയുന്ന രീതിയിൽ മരുന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. പക്ഷെ സമഗ്രമായിട്ടുള്ള ഈ 2 പ്രക്രിയകളിലൂടെ നമ്മൾ ആദ്യത്തെ 2, ഒന്ന് ഭക്ഷണത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക, രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത്
നമ്മുടെ വ്യായാമത്തിൻ്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഈ 2 പ്രോസസ്സുകൾ, പ്രത്യേകിച്ച് നടക്കുക, ജോഗിങ്, ചെറിയ രീതിയിൽ ഓടുക, അതുപോലെ തന്നെ വയറ്റിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതെങ്കിൽ വയറിന് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു വ്യതിയാനം നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഈ പറയുന്ന രീതിയിലുള്ള ഫാറ്റ് കൺട്രോളുകളിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രത്യേകത. സോ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ട്രൈഗ്ലിസറിഡിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് 200-ന് താഴെയാണ്. അത് സ്വല്പം കൂടിപ്പോയി എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ അപ്പർ ലെവൽ 500 ആണ്. അപ്പോൾ നമ്മൾ ലെവലല്ല പ്രശ്നം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി വ്യായാമങ്ങൾ നടത്തുന്നുണ്ടോ, അതിൻ്റെ രീതി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അറിഞ്ഞാണോ കഴിക്കുന്നത്. നമുക്കിവിടെ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന ആ പ്രോസസ്, ഈ നിമിഷത്തിൽ നമുക്ക് വരുന്ന ശരീരത്തിലുണ്ടാകുന്ന എക്സ്ട്രാ എനർജിയെ കൃത്യമായിട്ട് ഉരുക്കി കളയാൻ, ആ കലോറിയെ കൃത്യമായിട്ട് കത്തിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, എക്സ്ട്രാ എനർജി ഉണ്ടാകാതിരിക്കാനുള്ള സമീകൃതമായ ഒരു ഭക്ഷണക്രമം നമ്മൾ പാലിക്കുക. രണ്ടാമത്, നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് കത്തിച്ച് കളയാൻ, ആ കലോറിയെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും പുതിയ ഒരു മാർഗം നമ്മൾ കണ്ടെത്തുക. പുതിയ മാർഗമല്ല, ഏറ്റവും അനുയോജ്യമായ മാർഗം കണ്ടെത്തുക. ഈ 2 പ്രോസസ്സുകളിലൂടെ തന്നെ കൃത്യമായ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം, ശരീരത്തിലുണ്ടാക്കാം. ഒരു സമഗ്ര ആരോഗ്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കും. കൊഴുപ്പ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞു കയറുന്നതാണ്. അപ്പോൾ ഭക്ഷണത്തെ നിയന്ത്രിക്കുമ്പോൾ, അതുപോലെ തന്നെ വ്യായാമത്തിലേക്ക് ഏർപ്പെടുമ്പോഴൊക്കെ അതിൻ്റെ അളവിനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ശരീരത്തെ നമ്മൾ ശരിക്കും മാനേജ് ചെയ്യണം. ശരീരത്തിലേക്കുള്ള ഇൻടേക്കും നമ്മുടെ ഔട്ട്പുട്ടും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ സമീകൃതമായ രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. യെസ്, പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ടോമി സാർ, റോയ് സാർ. ആക്ച്വലി ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ഈ പാൻക്രിയാസിനെ നശിപ്പിക്കും. പാൻക്രിയാസിന് പറഞ്ഞു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പാൻക്രിയാസിനെ നശിപ്പിച്ചിട്ട് ഇൻസുലിൻ ഉത്പാദനം കുറയ്ക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അതോടുകൂടി അത് ഷുഗറിന്റെ ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറും. ഡയബറ്റിക്സ്. പിന്നെ വിസറൽ ഫാറ്റ്സ് എന്ന് പറയുന്നത് പിന്നീട് അത് നമ്മുടെ ലിവറിനകത്തേക്ക് കയറിയിട്ട് ലിവർ ഫാറ്റ് ആയിട്ട് മാറും. അത് പിന്നീട് നോൺ ആൽക്കഹോളിക് ഫാറ്റ് എന്ന് പറയും. പിന്നീട് ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതെ. ഈ പറയുന്ന ലിവറിനകത്തെ ഫാറ്റിന്റെ പ്രശ്നം എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തുമാത്രം ഇതിൽ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ അപകടമായിട്ട് അത് ലിവർ ക്യാൻസർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം ക്യാൻസർ പാൻക്രിയാസിനെ നശിപ്പിച്ചു കളയും. അത് ഡയബറ്റിക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ. ഇതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് വരുന്നത് പാൻക്രിയാറ്റിക് പ്രോബ്ലംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് അഫക്റ്റഡ് ആകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണത്. ഓക്കെ, റോയ് സാർ പറയും. ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒരേ കാറ്റഗറി പെട്ടതാണ്. LDL, HDL, ട്രൈഗ്ലിസറൈഡ്, ഇത് മൂന്നും ഒരേ കാറ്റഗറിയാണ്. എല്ലാം ലിപ്പിഡ്സ് ആണ്. മറ്റേ LDL എന്ന് പറയുന്നത് നമ്മളുടെ ആ കൊഴുപ്പിനെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രക്തക്കുഴലുകളിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലൂടെ കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ എക്സ്ട്രാ വരുന്ന ശരീരത്തിൽ ഓരോ കോശങ്ങൾക്ക് ആവശ്യമുള്ള കൊഴുപ്പ് ശേഷം ബാലൻസ് വരുന്ന കൊഴുപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സാണ് HDL ചെയ്യുന്നത്. അത് നമ്മൾ നല്ല ഗുഡ് കൊളസ്ട്രോൾ എന്നും മറ്റേ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്നും പറയും. കാരണം രക്തത്തിൻ്റെ ധമനികളിൽ കൊണ്ടെത്തിക്കുന്നതിന് നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. പക്ഷെ അത് ബാഡൊന്നുമല്ല, അത് ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ട്രാൻസ്പോർട്ടിങ് ഏജൻ്റാണത്. പക്ഷേ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് ഏജൻ്റാണ്. കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക, അഡിപ്പോസ് ടിഷ്യൂവിൽ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ സാറേ? കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
ട്രൈഗ്ലിസറൈഡ് ഇത് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഈ 3 ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മളെ ഈ പറയുന്ന അതായത് കൊളസ്ട്രോളിന്റെ പറയുന്നത് എന്താ, കൊളസ്ട്രോളിന്റെ നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടി ചേരുന്നതാണ്. LDL, HDL, ട്രൈഗ്ലിസറൈഡ് 3 കൂടി ചേരുന്ന പറയുന്ന പേര് പ്രൊഫൈൽ. ലിപ്പിഡ് ആ, പ്രൊഫൈൽ. ലിപ്പിഡ് ലിപ്പിഡ് പ്രൊഫൈൽ പ്രൊഫൈൽ. ലിപ്പിഡ് പ്രൊഫൈൽ. 3 മതി, 3 കിട്ടും. ഇടയ്ക്കൊക്കെ അതാ ചെയ്യേണ്ടത് നമ്മള്. എപ്പോഴും അല്ലെങ്കിലും ഇടയ്ക്ക് അത് ചെയ്യണം. അതെ, 3 മാസത്തേക്ക് അത് LDL 40 കൂടാൻ പാടില്ല, HDL 50 കുറയാൻ പാടില്ല. ഒന്ന് കൂടാൻ പാടില്ല, ഒന്ന് കുറയാൻ പാടില്ല. റാൻഡം കൊളസ്ട്രോൾ സാധാരണ നോക്കാം, പക്ഷെ ഇടയ്ക്ക് ഇതും നോക്കണം. അതുപോലെ റാൻഡം കൊളസ്ട്രോൾ എല്ലാ മാസവും ചെക്ക് ചെയ്യാം. 3-4 മാസം കൂടി 3 മാസത്തെ ഡ്യൂറേഷനിൽ. പ്രത്യേകിച്ച് ഹാർട്ട് പ്രോബ്ലം ഉള്ളവരൊക്കെ. അതെ, ഹാർട്ട് പ്രോബ്ലം ഉള്ളവര് മസ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ അടിയുന്നത് സാർ പറഞ്ഞു. പിന്നെ ഈ ഷുഗറുകാര് ഇടയ്ക്കെങ്കിലും HbA1c നോക്കണം. ഞാനിന്ന് ചെക്ക് ചെയ്ത അത് 3 മാസത്തിലൊന്ന് ചെക്ക് ചെയ്യുന്നില്ലേ? അതെ, ആവറേജ് കൊളസ്ട്രോൾ അല്ലേ? ഇല്ലെങ്കിലും ഇതാണ് ഏറ്റവും നല്ലത്. ഈ ശരീരത്തിന്റെ ഈ ക്രമം മാറുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് സാറിന്റെ ഇപ്പോഴത്തെ ഈ പോസ്റ്ററില് ലെവൽ 249 കൊടുത്തിരിക്കുന്നത് എന്താണ്? അതെ, എന്റെ ലെവല് 249, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തതാ. ഷുഗറിന്റെ ആണോ? ഷുഗർ അല്ല, ട്രൈഗ്ലിസറൈഡിന്റെ. ഓ, ഞാൻ ഒരു 6 മാസം മുമ്പ് നോക്കുമ്പോൾ എനിക്കത് 200 താഴെയായിരുന്നു, ഒരു ലെവലിലായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ കുറവായിരുന്നു, നടത്തം കുറവായിരുന്നു, വ്യായാമം കുറവായിരുന്നപ്പം അതിൻ്റെ ലെവൽ 249 ആയി. അപ്പം അതെന്ത് സംഭവിച്ചു എന്ന് നോക്കിയതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതെല്ലാം ഒരു പരിധിയിലേ ഉള്ളൂ. ഇപ്പൊ ഈ രാവിലെ ഈ BP-യുടെ മരുന്ന് കഴിച്ച ഒരാള് കഴിഞ്ഞ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നു. രാവിലെ മരുന്ന് കഴിച്ചതാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എപ്പം വേണേലും ചൂട്ടപ്പാക്കും. അതെ, ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ കോമ്പോസിഷൻ പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നുള്ളതാണ്. ഇപ്പൊ ഇത് പറഞ്ഞു വന്നോണ്ട് ഇന്നലെ എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കരമായ ഒരു ആകപ്പാടെ ഒരു ശകലമാണ് പിടിച്ച് ഈ വീൽ ചെയറിൽ നിന്ന് കട്ടിലോട്ടൊന്ന് നടക്കുന്നത്. ഒരു 3 സ്റ്റെപ്പ് ഏറിയാൽ. പക്ഷെ അത്രയും നടന്നു വന്നു കഴിയുമ്പോ ഞാനങ്ങ് ശ്വാസം മുട്ടുക. അത് കഴിഞ്ഞിട്ട് ഇന്നലെ കട്ടിലോട്ട് എന്നെ കിടത്തി കഴിഞ്ഞിട്ട് ആ കട്ടിലോട്ട് കിടന്നത് തന്നെ ഒരു വലിയ ആയാസമാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് സൈഡിലോട്ട് തിരിയാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ശ്വാസം മുട്ടുന്നുണ്ട്. അന്നേരം ഏതായാലും ചുമ്മാ എന്നാ BP ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോഴാണ് 160, 160, 180 അതോ 160, 200 കാണിച്ചു. ശരി. അത്രയും വന്നപ്പോ തന്നെ ഭയങ്കരമായ പിന്നെ സാധാരണ രാവിലെയാണ് BP-യുടെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത്. വൈകിട്ട് ഒരെണ്ണം കൂടെ അങ്ങ് കഴിച്ചു. അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കഴിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു 10 കുറഞ്ഞു. എനിക്ക് ഒരിക്കലും ഇത് 80 കാണാറില്ല, ഒരിക്കൽ പോലും കാണുകയില്ല. 90 മുകളിലൊക്കെ ആയിരിക്കും ഈ താഴത്തെ ആ പ്രഷറിന്റെ ലെവല് കാണിക്കുന്നത്. പിന്നെ ഏതായാലും 10 കുറഞ്ഞു. രാവിലെ പിന്നെ ഞാനൊരു ചെറിയ നാടൻ പ്രയോഗം കൂടെ നടത്തി. ഒരു മുരിങ്ങയിലയുടെ ഒരു തണ്ടൂടെ കഴിച്ചു. മുരിങ്ങയില ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ, മുരിങ്ങയില. അത് കഴിഞ്ഞിട്ട് രാവിലെ നോക്കി. രാവിലെ എഴുന്നേറ്റപ്പോഴേ നോക്കിയപ്പോ ഒരു തണ്ടോ ഒരു ചെറിയ ഇല, അതിന്റെ കുരുന്നില ഒരു തണ്ട്.
വളരെ പവർഫുൾ. അത് നമ്മള് നല്ല സാവധാനമൊക്കെ ചവച്ചിറക്കിയില്ലെങ്കിൽ നമ്മുടെ നെറുക കയറും. അത്രയ്ക്കും അതിന്റെ എരിവ് ഭയങ്കരമാണ്. എരിവല്ല, ഒരുതരം ഒരു ക്ഷാര സ്വഭാവം ഉണ്ട്. അതുപോലെ ഈ ട്രൈഗ്ലിസറൈഡ് എനിക്ക് വെളുത്തുള്ളി നല്ലതാന്ന് തോന്നുന്നു. ആ എന്നിട്ട് രാവിലെ നോക്കി 80-120 വളരെ നോർമലാ അല്ലേ? അത്ര തന്നെ. അതുകൊണ്ട് എനിക്ക് ഇന്ന് കുഴപ്പമില്ല. മറ്റേ ഇന്നലെ ഈ സമയത്തൊക്കെ ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ്. അതിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങ തിന്നാത്തത്, മുരിങ്ങയില. അതൊക്കെ ഇനി എപ്പോഴും കഴിച്ചാൽ നല്ലതാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ക്ഷീണം വരുമ്പോ അല്ലേ? ക്ഷീണം വരുമ്പോ ചെറിയൊരു പനി തോന്നിട്ട് ഇപ്പൊ ഇവള് പറയുന്നത് ചെറിയൊരു പനി ജലദോഷം പോലെ തോന്നിയപ്പം ഗുളിക കഴിക്കാൻ കഴിയല്ല. ഞാൻ ഈ തുളസിയില ഇട്ട വെള്ളം, തുളസിയില പിന്നെ ഈ BP കൂട്ടുന്നതാന്നാ പറയുന്നത്. അത് ഞങ്ങളെ പിന്നീട് അത് ഓർത്തത്. അതായത് മിനിക്ക് ഇതുപോലെ ഒരിക്കല് BP കുറഞ്ഞു. BP കുറഞ്ഞപ്പോ ഞങ്ങളുടെ അന്നൊരു സിദ്ധ വൈദ്യനുണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഒരു 10 തുളസിയില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചോളാൻ പറഞ്ഞു, ഒരു ഗ്ലാസ്. ഭയങ്കര പാറായിരുന്നു, കുഞ്ഞു കാര്യമല്ല. അപ്പൊ നമ്മൾ ഈ തുളസി വെള്ളമൊക്കെ ചുമ്മാ കുടിച്ചോളാനൊക്കെ ആളുകളോട് പറയുന്നതൊക്കെ വളരെ അപകടമാണെന്ന് മനസ്സിലാകുന്നു. BP കൂടി അല്ലേ? അപ്പൊ BP കൂടി. ഇതിനെല്ലാം ഈ നമ്മൾ ഈ ആയുർവേദ കുഴപ്പമില്ല, സൈഡ് എഫക്ട് ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര പവറുണ്ട്. ഈ പലതരം ഇലകൾക്കും വളരെ സൂക്ഷിച്ചു തന്നെ കഴിക്കേണ്ടതാണ്. ഈ നല്ല ആരോഗ്യത്തിലിരിക്കും. തുളസിയൊക്കെ നമ്മൾ ചുമ്മാ വായിൽ ചവച്ച് കഴിക്കാറുണ്ട്. തുളസിയുടെ ഞാനൊക്കെ എപ്പോ കണ്ടാലും അത് ചുമ്മാ പൊട്ടിച്ചതിന്റെ തളിരെല്ലാം തിന്നാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോ ഒന്നും ഒരേല തിന്നു 2 നില തിന്നാലൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. നമ്മളൊരു രോഗത്തിന്റെ പിടിയിലൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. സാജൻ സാർ എന്തെങ്കിലും പറഞ്ഞു? സാജൻ സാർ അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ, പറയൂ സാജൻ സാർ. സാജൻ സാർ പറയൂ. സാറേ കേക്കാവോ സാറേ? കേക്കാം, പറയൂ സാറേ. എനിക്ക് അതിനകത്തൊരു സംശയം തോന്നിയത്, എനിക്ക് കഴിഞ്ഞ മാസം ഈ അറ്റാക്ക് ഉണ്ടായത്. അതിന് കുറച്ചു നാൾ മുമ്പ് നോക്കിയപ്പോഴത്തേക്കും ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവൊക്കെ നോർമൽ ആയിരുന്നു, 110 ആയിരുന്നു. പിന്നെ അത് അല്പം ഒരു വ്യത്യാസം തോന്നിയത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിരുന്നു ഹൈ ആയിട്ടിരുന്നത്, 289 ആയിരുന്നു കൊളസ്ട്രോളില്. LDL ഇച്ചിരി കൂടുതലായിരുന്നു, LDL 200 എബോവ് ആയിരുന്നു. അതായിരിക്കണം ബ്ലോക്ക് ഉണ്ടായതെന്നാണ് എന്റെ ഒരു അനുമാനം. അല്ല, അതിനൊരു റീസൺ എന്താ സാർ അത് പറഞ്ഞു? ഓരോ വ്യക്തികളുടെയും ഫാറ്റ് അടിയുന്നതിന്റെ ലൊക്കേഷന് പ്രത്യേകതയുണ്ട്. ചിലവർക്ക് എക്സ്റ്റേണൽ ആയിട്ടും ചിലർക്ക് ഇന്റേണൽ ആയിട്ടും സംഭവിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം, അറിയാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത്. ശരീരം ഒത്തിരി മണ്ണിച്ച് ഒത്തിരി സ്ട്രോക്ക് ഇങ്ങനെ ഫാറ്റ് അല്ലെ തടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പൊതുവെ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടായതായി കാണുന്നില്ല. അവരെപ്പോഴും തടിച്ചു തന്നെ ഇരിക്കും. അവർക്ക് എക്സ്റ്റേണലായിട്ട് ഈ ഫാറ്റ് കൂടി വരുന്നവർക്ക് പൊതുവെ ഇന്റേണൽ സൈഡിൽ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് സത്യമാണെന്നില്ല, അവളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻസ് മാറാം. പക്ഷെ പുറത്ത് വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലെ, തീരെ. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ജോർജ് സാർ ഉണ്ടെങ്കിൽ പറയും. ജോർജ് സാർ എന്ന് പറയും. ജോർജ് സാറിന് ഒട്ടും വണ്ണമില്ല, സാറിന് ഫാറ്റ് പോലും ഇല്ല. ഉണ്ടോ? ഞാൻ ഏറ്റവും ഒടുക്കാൻ ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ കൊളസ്ട്രോൾ ലെവല് ടോട്ടൽ 136 ആ. ട്രൈഗ്ലിസറൈഡ് 88. 88. HDL കൊളസ്ട്രോള് 58. LDL കൊളസ്ട്രോള് 83. എനിക്കൊരു 3 വർഷം മുമ്പൊക്കെ ഞാൻ LDL കൊളസ്ട്രോൾ കൂടുതലായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2003 ജാനുവരിയിൽ ചെസ്റ്റ് പെയിൻ തോന്നി ചെന്നപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞു. ജൂലൈ ആയപ്പോൾ ആ ബ്ലോക്കിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സക്സസ് ആയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ബൈപ്പാസ് ചെയ്തു. അപ്പൊ ഈ ജോർജ് സാറിനെ ഞാൻ ആദ്യം പോയി വീട്ടിൽ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ജോർജ് സാർ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ എന്തായിരിക്കും? അല്ല, അവിടെ
ചുരുങ്ങിയത് ഒരു 20 വർഷത്തിലധികമായി ഞാൻ നോൺ വെജ് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. ആൽക്കഹോളിക് അല്ല. പക്ഷേ ഇതൊന്നും അല്ല വിഷയം. അല്ല, ഇതിനേക്കാളും പ്രത്യേകത ഉണ്ട്. സാറിന്റെ വീടിന് ചുറ്റും റബ്ബർ തോട്ടത്തിൽ ഇഷ്ടംപോലെ തേനീച്ച വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സാറ് കൃത്യമായി പോയി തേനീച്ച, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. അപ്പൊ ഇത് എവിടെയാണ് ഈ ഫോർമുല തെറ്റിപ്പോകുന്നതെന്നാണ് ഈ ചോദ്യം. അതെ അതെ, തിയറി മുഴുവൻ ശരിയല്ല, പ്രാക്ടിക്കലുമായിട്ട് ഒത്തു നോക്കുമ്പോൾ എന്ന് പറയുന്നതിന് ഒരു സത്യമാണ് എന്റെ അനുഭവം എന്നാണ് ഞാൻ കരുതുന്നത്. അവസാനം അവസാനം എത്തിച്ചേരുന്നത് ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ്. ഒന്നിന് തുല്യമാണ് മറ്റൊന്ന് എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. പക്ഷേ അത്ര പൂർണ്ണതയല്ല ആ സ്റ്റേറ്റ്മെന്റ് എന്ന് തോന്നിപ്പോവാ. എനിക്ക് ആ നാളുകളിൽ ഒരു കുറച്ച് നാളുകൾ എന്നെ അലട്ടുന്ന ഇത്തിരി മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത്രമാത്രം ഗൗരവമാകുമോ എനിക്കറിയില്ല. ആയി തീർന്നു എന്നുള്ളതാണ് സത്യം. അതാണോ വേറെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. സാറേ, എന്റെ അയലോക്കത്ത് ഒരു ലേഡി ഉണ്ട്. അവർക്ക് 65 വയസ്സിന് മുകളിലുണ്ട്. അതായത് അവർക്ക് എല്ലാം കൂടെ 30 കിലോയെ അവര് കാണത്തുള്ളൂ. ഒരു പെൻസിൽ വന്ന് ഹൈ കൊളസ്ട്രോൾ. അതാണ് ജനറ്റിക് എന്ന് പറയുന്നത്. ചിലപ്പോൾ ജനറ്റിക് ആയിട്ടും ഉണ്ടാകാം. നമുക്കിതൊന്നും അറിയുമ്പോ ഇതിന് ഓരോരുത്തരും അവരവരുടെ ശരീരത്തെ നല്ല ഒരു ഫിസിഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല മീൻസ് വിശ്വസ്തനായിരിക്കണം. കച്ചവട മനസ്ഥിതി ഇല്ലാത്ത ഒരു നല്ല മനുഷ്യനോടും കൺസൾട്ട് ചെയ്യും ഓരോരുത്തരും. അല്ലാതെ കൊട്ടത്താപ്പിന് എല്ലാവർക്കും ഒരുപോലെ കണ്ടാൽ ശരിയാകത്തില്ല. അതെ, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളെല്ലാം സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കണം. ശരീരത്തിൽ പിന്നെ കഴിക്കുന്ന ഫുഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാം, മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ ബോഡി നമ്മൾ തമ്മിലൊരു കണക്ടിവിറ്റി എപ്പോഴും ഉണ്ടാക്കി വെച്ച് അതിനെ നമ്മളുടേതായ രീതിയിലേക്ക് അനുകൂലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അൺകൺട്രോളബിൾ ആയിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സയൻസ് സാർ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ബോഡി മാത്രമല്ല, മൈൻഡ് അതായത് ഇപ്പൊ പറഞ്ഞ സ്ട്രെസ് ഇല്ലേ? ഇപ്പൊ ജോർജ് സാർ പറഞ്ഞില്ലേ സ്ട്രെസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? സ്ട്രെസ് കൊണ്ട് എന്നെ കൂടുന്നത്, സ്ട്രെസ് കൊണ്ട് മാത്രമേ പറയുന്ന ഹാർട്ട് അറ്റാക്കും ഈ പറയുന്നതായിട്ടുള്ള സ്ട്രോക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് അനുഭവമുള്ളതാണ്. സ്ട്രെസ്, നമ്മളിപ്പോൾ ജോലിയിൽ സ്ട്രെസ് ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. കാരണം ഞാൻ ഗൾഫിലായിരുന്നു. അവിടുത്തെ ജോലി ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാം, സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ അതൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ അത്രയില്ല. ഇപ്പൊ മെഡിറ്റേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അന്ന് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ 10-25 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിലെ ജോലി അറിയാമല്ലോ, ഏത് സമയം നഷ്ടപ്പെടാവുന്ന ജോലി. അപ്പൊ അതുകൊണ്ട് മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം വെക്കുന്ന പരിപാടിയൊക്കെ ഗൾഫിൽ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ് കൊണ്ട് തന്നെയാണ് എനിക്ക് അറ്റാക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 വർഷത്തിനകം പിന്നെ ബൈപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. കാരണം ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പെർമനന്റ് അല്ല. കാരണം ഈ പറയുന്ന ഇടുന്നതായിട്ടുള്ള സ്ട്രെൻഡ് എന്ന് പറയുന്നത് അവിടെ ഒരു തടസ്സമായിട്ട് വെക്കുക. അത് പിന്നീട് ക്രമേണ ഈ പറയുന്നതായിട്ടുള്ള കൊളസ്ട്രോൾ വന്നിട്ട് ഇങ്ങനെ അവിടെ അടിഞ്ഞിട്ട് അവിടെ അങ്ങ് അടയും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈപ്പാസ് ചെയ്യേണ്ടി വരും. ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഇത് മാത്രമേ ഉള്ളൂ, ടെമ്പററി സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് പെർമനന്റ് സൊല്യൂഷൻ ബൈപ്പാസ് സർജറിയാണ്. ബൈപ്പാസും നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഷുഗറും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവിടെയും പിന്നെയും ഇതുപോലുള്ള ഇത് അടിയാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴും ഞാൻ ഡോക്ടറേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് ഈ ഷുഗറൊക്കെ കുറയ്ക്കണം, ഷുഗർ ഇതായിട്ട് നിർത്തണം, നോർമലായിട്ട് നിർത്തണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹാർട്ടിനെ വളരെയധികം ബാധിക്കുന്നതാണ് ഷുഗർ. എനിക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇൻസുലിൻ ഒരുപാട് എടുക്കണം. ഞാൻ ഇൻസുലിൻ മിനിമം എടുക്കുന്നത്, അതുകൊണ്ട് ഷുഗർ ലെവലുണ്ട്. ഡോക്ടർ പറയുമ്പോൾ ഇൻസുലിൻ കൂടുതൽ ഉപയോഗിച്ചോളാന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് ആ പേടിയായിരുന്നു. ഇൻസുലിൻ കൂടുതൽ ഉപയോഗിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്നതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമോ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇൻസുലിൻ കുറച്ചുകൂടെ കൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഷുഗർ നോർമലാക്കി തിരിച്ചിട്ടുണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെയും പ്രശ്നം ഉണ്ടാകും. ഞാൻ ഈ പറയുന്നത് ബൈപ്പാസ് സർജറി ചെയ്തിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞ് 3 വർഷമായിരുന്നു. ഡോക്ടർ വാൺ ചെയ്യുന്ന അതാണ്, ഷുഗർ നോർമലാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഷുഗർ എല്ലാ ഓർഗണിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതാണ് ഈ കുഴപ്പം വരുന്നത്.
ഓക്കെ, സയൻസ് സാർ പറയും. അൺമ്യൂട്ട് ചെയ്തു. സാറേ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോ കുറച്ച് ഒരു ചെറിയൊരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ സാർ. നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു അളവ് 3.5 ലിറ്റേഴ്സ്, അത് ഇതാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ളത്? 4 liters എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ്. യെസ്, അതൊരു പ്യൂരിഫിക്കേഷന്റെ പാർട്ടും കൂടിയാണ്. നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യാനും കൂടെ ഉപയോഗിക്കും. ഓക്കെ, വിൻസെന്റ് സാർ. ശുദ്ധോധനൻ ഡോക്ടർ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നോ? സാർ, അതിൽ ഒരു കാര്യം, ഈ ഭക്ഷണക്രമമാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ ഈ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചുകൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 65 വയസ്സിന് മേലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ അളവ്, നമുക്ക് സ്റ്റാർച്ച്, ചോറ് രാത്രിയിൽ ചോറങ്ങ് ഉപേക്ഷിച്ചാൽ തന്നെ നമുക്ക് വലിയ തോതിൽ ഈ ട്രൈഗ്ലിസറൈഡ് വർദ്ധിക്കുന്നത് തടയാൻ പറ്റും. കാരണം കാർബോഹൈഡ്രേറ്റ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദേഹത്ത് ശേഖരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഈ കൊഴുപ്പ് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ട്രൈഗ്ലിസറൈഡ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മൾ വളരെ കുറയ്ക്കണം. ഈ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരുന്നത് പോലെയുള്ള ഒരു പ്ലേറ്റ് ചോറും അതേപോലെ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൊബിലിറ്റി, നമ്മുടെ മൂവ്മെന്റ് കുറയുന്നു, വർക്ക് കുറയുന്നു എന്നാകുമ്പോൾ നമുക്ക് ദിവസം പെട്ടെന്ന് കുറയ്ക്കേണ്ട, 1 സ്പൂൺ ചോറ് വീതം കുറച്ചു കൊണ്ടുവരിക അളവ്. എന്നിട്ട് അത് വളരെ കൺട്രോൾ ചെയ്ത് നമുക്ക് പോയാൽ മതി. കുറച്ച് ദിവസം കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അത്രേ കഴിച്ചാൽ മതിയെന്ന് നമ്മുടെ സ്റ്റമക്ക്, നമ്മുടെ സിസ്റ്റം നമ്മളോട് പറയും, ഇത്രയും മതി, അതുകൊണ്ട് നമുക്ക് തൃപ്തി വരും. അപ്പോൾ ഈ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത് ഒന്ന് ഈ വെളുത്ത അരിയാണ്, വെള്ളച്ചോറാണ്. അപ്പോൾ ഈ തവിടുള്ള മട്ടയരിച്ചോറ് കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചും ഫൈബർ ഇഷ്ടം പോലെ കിട്ടുകയും ഈ ഷുഗറിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മലയാളിക്ക് ഒരുപാട് പേർക്ക് ഈ വേറെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല. ഇത്രയധികം ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ജീവിതശൈലി രോഗം എന്ന് പറയുന്നെങ്കിൽ പോലും അതിൽ ഈ ചോറ് ഭയങ്കര ഒരു വില്ലനാണ്. ഇത്രയും ചോറ് നമ്മൾ കഴിച്ചു കയറ്റേണ്ട കാര്യമില്ല. രാവിലെ ഇഡ്ഡലി, ദോശ, അതും അരിയാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ്, അതും അരിയാണ്. ഒരുപാട് പേരും ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറ് രാത്രിയിൽ അങ്ങോട്ട് കഴിക്കുകയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കുകയും ചെയ്യും. ഇപ്പം ചോറ് അങ്ങ് കുറയ്ക്കും, അത് വളരെ 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 ഗുണം ചെയ്യും. ഈ LDL വർദ്ധിക്കുന്നതും ട്രൈഗ്ലിസറൈഡ് വർദ്ധിക്കുന്നതിനൊക്കെ HDL ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഫിഷ്, മത്സ്യം കഴിക്കുന്നവർക്ക് HDL, അതായത് നല്ല കൊളസ്ട്രോൾ, മറ്റേത് ചീത്ത കൊളസ്ട്രോളാണ് LDL. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം ആഹാരത്തിൽ കൺട്രോൾ ചെയ്യും. നമ്മൾ ഒരു 65 വയസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു മോഡറേറ്റ് എക്സർസൈസേ നടക്കുകയുള്ളൂ. മോർണിംഗ് വാക്ക് പറ്റും, വീട്ടിൻ്റെ മുറ്റത്ത് നടക്കാൻ പറ്റും, അത്യാവശ്യ കാര്യങ്ങൾ അത്രയും നടന്നാൽ മതി, അല്ല കഠിന വ്യായാമത്തിലേക്കൊന്നും പോകാതിരിക്കുക. പക്ഷെ ചോറ് അത് ഭയങ്കര വില്ലനാണ്. ഒരുപാട് പേർക്കും അത് അറിയില്ല. അത് ഈ ചോറ് വരുത്തി വയ്ക്കുന്ന നമ്മൾ ഈ റൈസ് ഈറ്റേഴ്സാണ്. വിദേശത്തൊക്കെ പോയാൽ, ജപ്പാനിലൊക്കെ പോയാൽ നമുക്ക് കാണാം, ഒരു ഐസ്ക്രീം കപ്പിന്റെ അത്രയും ചോറ് മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ മരുന്നൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിൻ തുടർച്ചയായിട്ട് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരില്ല. കാരണം ക്ലോട്ട് ഉണ്ടാവാതെ അത് തടയുന്നതിന് സഹായിക്കും. വലിയ വിലയില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഒരു സ്റ്റാറ്റിൻ രാത്രിയിൽ ഒരു 0.5 mg അങ്ങ് വിഴുങ്ങിക്കൊണ്ടിരുന്നാൽ സാധാരണഗതിയിൽ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വരാതെ രക്ഷപ്പെടാൻ പറ്റും. സ്ട്രോക്ക് ഉണ്ടാവാതെ. BP കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. BP കൂടുന്നതിൽ പ്രധാന സ്ട്രെസ് വലിയൊരു ഫാക്ടറാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ട് അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പം പാലക്കാട്ടെ ഒരു വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ, തങ്കം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, 50-ാമത്തെ വയസ്സിൽ പുള്ളി ഈ സ്ട്രോക്ക് വന്ന് തലച്ചോറിൽ ചോരക്കുഴൽ പൊട്ടി ബ്ലഡ് തലച്ചോറിൽ നിറഞ്ഞിട്ട് ആളങ്ങ് മരിച്ചു. ഡോക്ടറാണ്, പക്ഷെ സംഭവിച്ച ഇതാണ്. അതുപോലെ മദ്യത്തിന്റെ അളവും കുറച്ചു കൊണ്ടുവരേണ്ട അത്യാവശ്യം. മദ്യം ഉത്തേജനം ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ഷൂട്ട് ചെയ്യും. ഗ്ലൈസമിക് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് കയറ്റുന്ന ഒരു സാധനമാണ് മദ്യം. അപ്പൊ അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക, ചോറിന്റെ അളവും മദ്യത്തിന്റെ അളവും കുറയ്ക്കുകയും ഫിഷിന്റെ അളവ് കൂട്ടുകയും, പിന്നെ നമുക്കറിയാലോ ഇലക്കറികളും മില്ലറ്റ്സും ഒക്കെ നല്ലതാണ്, പക്ഷെ അളവ് കുറയ്ക്കണം എന്നുള്ളത് പ്രധാനമാണ്. നമ്മളിങ്ങനെ ഈ ജനറ്റിക്കലായിട്ട് തന്നെ പേരൻസ് തടിയുള്ളവരുടെ ആണെങ്കിൽ മക്കൾ തടി ഉണ്ടാകും, പക്ഷെ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല. അത് ഒരു ജനറ്റിക്കൽ ഡിസൈനാണ്. അത്
വരില്ല. പക്ഷെ ഈ പെട്ടെന്ന് തന്നെ സുഖലോലുപമായ ജീവിതത്തിലേക്ക് വരുന്നവർ തടിച്ചു വീർക്കുന്ന കണ്ടിട്ടില്ലേ? ശീമപ്പന്നി പോലെ വീർത്തിരിക്കുന്ന ചിലരെയൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സിൽ തോന്നും ഇയാൾക്കൊരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ഒന്ന് കണ്ണാടിയിലൊക്കെ നമ്മളെ നോക്കി നമ്മുടെ ദേഹമൊക്കെ ഒന്ന് നോക്കുകയും ചോറിന്റെ അളവ് അങ്ങോട്ട് കുറയ്ക്കുകയും രാത്രിയിൽ ചോറ് കഴിക്കാതിരുന്നാൽ വളരെ നല്ലത്. പ്രോട്ടീൻ വർദ്ധിപ്പിക്കാം. നമുക്ക് പ്രോട്ടീൻ കൂട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ദോഷവും ഉണ്ടാവില്ല. നമുക്ക് ഈ മുട്ടയോ അല്ലെ അതേപോലെയുള്ള പാലോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഇതുണ്ടല്ലോ നമ്മുടെ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. പക്ഷെ ചോറ് അത് ഭയങ്കര ആപത്താണ്. ചോറ് 16-17 വയസ്സിൽ കഴിക്കുന്ന അതേ ചോറ് നമ്മൾ 65-ാമത്തെ 66-ാമത്തെ വയസ്സിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അധികം പേരും. കാരണം നമുക്ക് ഈ വയറ് നിറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മുടെ കൊതി തീർന്നില്ല. നല്ല കറിയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു രുചികരമായിട്ടുള്ള കറിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ചോറ് കൂടുതൽ കഴിക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ചോറിന്റെ അളവ് കുറച്ച് കൊണ്ടുവരും. ഇപ്പം ഞാൻ ഈ വലിയ എഴുത്തുകാരൻ നമ്മുടെ ടി പത്മനാഭൻ സാറുമായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു സാറിന്റെ ആഹാരക്രമം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ആദ്യം ഞാൻ 1-2 ഉരുളകളായിരുന്നു, ഇപ്പൊ വറ്റാണ് കഴിക്കുന്നതെന്ന്. വറ്റെന്ന് പറഞ്ഞാൽ വറ്റ് പെറുക്കി കഴിക്കുന്ന പോലുള്ളതേ എനിക്ക് ആവശ്യമുള്ളൂ. കാരണം വീട്ടിൽ കസേരയിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ് അപകടകരമായി മാറുന്നത് ചോറ് വലിയൊരു ഘടകമാണ്. ഇത്രയാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു സാർ. വളരെ മനോഹരമായ ഒബ്സർവേഷൻ. ഇതൊരു പ്രായോഗിക ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒബ്സർവേഷൻ ആയിട്ട് നമുക്ക് കരുതാം. തീർച്ചയായും വളരെ മനോഹരം. അല്ല ഡോക്ടറെ, ഈ പഴങ്ങള് ഏത് സമയത്ത് എന്തുമാത്രമൊക്കെ കഴിക്കാമോ? ഈ രാത്രി കഴിക്കാമോ? സാർ, പഴങ്ങൾ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് കഴിക്കണമെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഇപ്പോൾ ചോറിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിച്ചാലേ ഒരു സുഖമുള്ളൂ. സാർ അതിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സാർ പറഞ്ഞോട്ടെ. പറയും. ഈ പഴങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ധരിച്ചു വെച്ചാൽ ബവൽ മൂവ്മെന്റിന് പഴം ചെറുപഴം കഴിച്ചിട്ട് കിടന്നാൽ രാവിലെ ഒരു സുഖമായ ശോധന ഉണ്ടാവും എന്ന് നമുക്കൊരു പണ്ട് മുതലുള്ളൊരു വിശ്വാസമുണ്ട്. ഈ പഴം പെട്ടെന്ന് ഫെർമെന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ സാർ പറഞ്ഞത് ശരിയാണ്. ഒരു 6 മണിക്ക് ശേഷം പഴം കഴിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ഈ രാത്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സലാഡ് വെള്ളരി ഒരെണ്ണം ഈ ഇപ്പം അത് തൊലി ചെത്തിയിട്ട് തന്നെ കഴിക്കുന്നതല്ല. കാരണം ഒരു കെമിക്കൽസും അതും ഇതുമൊക്കെ സ്പ്രേ ചെയ്തൊക്കെയാണ് കടയിൽ വരുന്നത്. അപ്പോൾ സലാഡ് വെള്ളരി തൊലി ചെത്തി കളഞ്ഞിട്ട് അതൊരെണ്ണം 4 കഷ്ണമായിട്ട് നുറുക്കിയിട്ട് അതങ്ങ് കടിച്ച് കറ തിന്നാൽ രാവിലെ സുഖമായ മലശോധന ഉണ്ടാകുകയും ചെയ്യും. ഈ ബ്ലഡിന്റെ pH ആൽക്കലൈൻ pH ആയിട്ട് റേസ് ചെയ്യാനും സഹായിക്കും. അതേപോലെ തന്നെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് പ്രിവെന്റ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ബ്ലഡ് ആൽക്കലൈൻ ആയിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ 7ന്റെ മുകളിലേക്ക് പോയാൽ 7.3 to 7.4 ആണ് നോർമൽ ബ്ലഡിന്റെ pH വാല്യൂ. ഈ pH വാല്യൂ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാതെ ആസിഡ് pHലേക്ക് ബിലോ 7ലേക്ക് പോവാതെ സഹായിക്കുന്ന ആൽക്കലൈൻ ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സലാഡ് വെള്ളരി. അതിന്റെ പ്രാധാന്യം നമുക്കധികം പേർക്കും അറിയില്ല. അത് ദിവസവും കുക്കുംബർ സാധാരണ കടയിൽ പോയിട്ട് നമ്മൾ സലാഡ് വെള്ളരി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മറ്റേ കണി വെക്കുന്ന വെള്ളരിയല്ല. ഇത് ഗംഭീരമായ ഒരു ആൽക്കലൈനൈസറാണ്. ബ്ലഡ് ആൽക്കലി ലെവൽ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഈ ബ്ലഡ് ആൽക്കലൈൻ ആയിട്ടിരിക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻസിന്റെ എല്ലാം ബ്ലഡിന്റെ pH നോക്കിയാൽ അത് ആസിഡ് pH ആയിരിക്കും. ഹാർട്ട് അറ്റാക്ക് വന്ന മുഴുവൻ പേരുടെയും ബ്ലഡ് pH നോക്കിയാൽ അത് ആസിഡ് pH ആയിരിക്കും. അപ്പൊ ഈ പഴം കഴിക്കുന്നതിന് വരായിട്ട് ഒരു സലാഡ് വെള്ളരി കറുമുറ കടിച്ചു തിന്നുക. പിന്നെ ഈ പഴം പകൽ നേരം കഴിക്കുക, രാത്രിയിൽ അത് കഴിക്കാതിരിക്കുക. കാരണം രാത്രിയിലാണ് ഫെർമെന്റേഷൻ വർദ്ധിക്കുന്നത്. ഇത് പുളിച്ച് നാശമായി കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമാണത്. അപ്പോൾ ഈ 6 മണിക്ക് ശേഷം പഴം കഴിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് സയന്റിഫിക്കലി വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ സാർ, താങ്ക് യു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ മുഴുധാന്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സാറേ? ഏതാ സാറേ? മുഴുധാന്യങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്കറി ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളില്ലേ, പയർ. അതാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. കാരണം അതിന്റെ പ്രോട്ടീന്റെ കണ്ടന്റും കൂടെ കൃത്യമായിട്ട് കിട്ടും. പ്രോട്ടീൻ കണ്ടന്റ് കൂടി. സാറേ, ഡയബറ്റിക് പേഷ്യൻസിനെ പഴം കഴിക്കണത് എല്ലാ പഴവും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ ഏത്തപ്പഴം. അത് എന്താണ് അതിനെപ്പറ്റി വല്ല അഭിപ്രായം ഉണ്ടോ? പഴുക്കുന്നതിന് മുമ്പ് ഉള്ള ഏത്തപ്പഴം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയും.
ഷുഗർ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഷുഗറില്ല സാർ, നാച്ചുറലാണ്. പക്ഷെ പഴങ്ങളിൽ നിന്നുള്ള ഷുഗറിന്റെ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് കഴിക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോർജ് സാറ് പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രശ്നമുണ്ട്. ഓരോരുത്തരുടെ ശരീരത്തിൽ എങ്ങനെയാണത് സ്വീകരിക്കപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് അവിടെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. പഴം കഴിക്കുന്നത് നാച്ചുറലി ഉള്ള പഴങ്ങൾക്ക് ഷുഗർ അല്ല, അതിൻ്റെ അകത്ത് ഫ്രക്ടോസ് അല്ലേ, ഷുഗറിന് പകരം ഗ്ലൂക്കോസിന് പകരം ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് പൊതുവെ ഷുഗർ ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഷൂട്ട് ചെയ്യും, സമയമെടുത്ത് ഷൂട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പഴങ്ങൾ കഴിക്കുന്നത് കുഴപ്പമില്ലെന്നാണ് പൊതുവെ പറയുന്നത്. താങ്ക് യു സർ. സർ, പഴങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പഴുത്ത ചക്കയും പഴുത്ത മാമ്പഴവും ഡയബറ്റിക് പേഷ്യൻസ് ഒഴിവാക്കുക തന്നെ വേണം. അത് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്ക് സാധാരണ അതുപോലെ ഞാലിപ്പൂവനും പെട്ടെന്ന് ഗ്ലൂക്കോസ് വർദ്ധിപ്പിക്കുന്നതാണ്. അതിന് പകരം നമുക്ക് ഈ പാലക്കാട് പുളിച്ചിപ്പഴം എന്ന് പറയുന്ന നമ്മുടെ ഇതില്ലേ പാളയംകോടൻ, അത് പഴം ഷുഗർ പെട്ടെന്ന് കൂട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ കിട്ടുന്ന റോബസ്റ്റ ഉണ്ടല്ലോ, റോബസ്റ്റ പച്ചനാടൻ എന്നൊക്കെ ഞങ്ങൾ പാലക്കാട് പറയുന്നത്, ആ പച്ച നിറത്തിലുള്ള തൊലിയോടുകൂടിയുള്ള പഴം, അത് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അല്ലാതെ ഇടനേരം കഴിക്കുക. ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു പഴവും കൂടെ കഴിച്ച് വീണ്ടും ഷുഗറിന് മേൽ ഷുഗർ കൊടുക്കണ്ട. ഒരു 10 മണിക്ക് ശേഷം ഒരു റോബസ്റ്റ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ പഴുത്ത ചക്കയും പഴുത്ത മാമ്പഴവും ഒഴിവാക്കുക തന്നെ വേണം. ചക്ക വേവിച്ച് കഴിക്കാം, അതേപോലെ തന്നെ ചക്ക ഇടിച്ചക്ക ഉപ്പേരിയായിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ബെസ്റ്റ് മരുന്നുമാണ്. അതെ 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 അതെ. പക്ഷെ പഴുത്ത ചക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ, അടുത്ത ദിവസം ഒരു ഈ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്താൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്ത് കയറിയിട്ടുണ്ടാകും. സ്വല്പം കൊതിയൊക്കെ കുറയ്ക്കാം അല്ലേ? ഓക്കെ, വേറെ ഇനി ആർക്കെങ്കിലും സ്നേഹഹൃദയ മാം എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ നമസ്കാരം. സാറിന്റെ ക്ലാസ് കേൾക്കാൻ നല്ല എന്താ പറയണ്ടേ, വളരെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കഷ്ണം മുറിക്കുന്ന പോലെ ക്ലാസ് നല്ല നമുക്ക് മനസ്സിലാവുന്ന ഒരു, കോളേജിലും സ്കൂളിലെല്ലാം പഠിക്കുമ്പോ നമുക്ക് നല്ല മാഷന്മാരെന്ന് പറയുന്നത്. അത് പറയുമ്പോ തന്നെ സാർ അതിനൊരു വാക്ക് പറഞ്ഞത് വിലപിടിപ്പുള്ള രോഗം, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വിലപിടിപ്പുള്ള രോഗം തന്നെയാണ്, വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വിലമതിക്കാനാവൂല. അതുകൊണ്ടാണ് അത് പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മള് അമിതാഹാരം അതുപോലെ അഹിതാഹാരം അതെല്ലാം ഇതിൽ പെടുന്നതാണ്. പലരും ഇതിൽ പറഞ്ഞു, അമിതമായിട്ട് കഴിച്ചൂടാ, പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചൂടാ, പിന്നെ ഭക്ഷണം എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളത്. എത്ര കഴിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വയസ്സ് കൂടുന്തോറും കുറച്ചിട്ട്, ചോറ് പ്ലേറ്റിൽ കുറച്ചെടുത്തിട്ട് പച്ചക്കറികള് ഇലക്കറികളെല്ലാം നല്ല നല്ല പോർഷൻ എടുക്കുക. അതുപോലെ തന്നെ ചവച്ചരച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൊഴുപ്പുള്ള ഭക്ഷണം തീർത്തും ഒഴിവാക്കുക. ഭക്ഷണം തീന്മേശയിൽ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ, മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ, എന്നാ പിന്നെ കുറച്ചും കൂടി ചോറ് എനിക്ക് വിളമ്പിയേക്കുന്നുള്ള ആ അത്യാർത്തി നിർത്തുക. അല്ലാതെ നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുക, നമ്മൾ ചെറിയൊരു കപ്പ് ചോറ് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞാല് അതിനപ്പുറം ഞാൻ കഴിക്കൂല, അത് മനസ്സിന്റെ ഒരു ഫേം ഡിസിഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ പണ്ട് സ്ത്രീകളാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചു കഴിയുമ്പം അവർക്ക് സാധാരണ ഭക്ഷണം അവർ കഴിക്കും, കുട്ടികൾ കഴിച്ച ബാക്കി ഇതെനിക്ക് കളയാൻ പറ്റൂലല്ലോ, ഇത് കഴിച്ചേക്കാ അറിഞ്ഞ് കഴിച്ചിട്ട് നല്ലോണം വയറും തടിയൊക്കെ കൂടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ രാജു സാറ് പറഞ്ഞ പോലെ ഇത് പാരമ്പര്യമാണോ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണോ, സ്ട്രെസ്സിന്റെ വലിയൊരു ഘടകമാണ് സാറേ. കാരണം നമ്മളിപ്പോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, കുടുംബങ്ങളില് ഒരു കല്യാണ വീട്ടില് ഗൃഹനാഥൻ, അതായത് അച്ഛനാണല്ലോ എല്ലാ കാര്യങ്ങളും പൈസയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഓടിച്ചാടി നടന്ന് ചെയ്യുന്നത്. കുറേ വാർത്തകൾ വരുന്നത് കല്യാണ തലേദിവസം ഇങ്ങനെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ളത്. ശരിക്കും അത് സ്ട്രെസ് കൂടിയിട്ട് തന്നെയാന്നുള്ള എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സാറന്മാര് പറഞ്ഞ പോലെ ഈ ഇപ്പം കുക്കുംബറിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മൾ കക്കിരിക്കാന്ന് പറയും കുക്കുംബറിന്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും വയറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയിൽ ചോറ് കഴിക്കാത്തവരാണെങ്കിലും ഒന്നും വേണ്ട, ഒരു കുക്കുംബർ നല്ല സ്ലൈസ് ചെയ്ത് ഇടുക, അതിന് ഒന്നിച്ച് കുറച്ച് പുതിനയില ഇടുക,
അത് ആ പുതിനയിലും കുക്കമ്പറും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ രാവിലേക്ക് നല്ല സുഖം തോന്നുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. സാമ്പാറും ഇരിപ്പുണ്ട്, മീൻകറി, ഓ സാമ്പാർ. അതുപോലെ തന്നെ ഈ ലിവറിന് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തഴുതാമ തോരൻ വെച്ച് കഴിച്ചാൽ മതി ഡെയിലി. അത് കുറേയൊക്കെ അത് മാറിക്കിട്ടുന്നുള്ള മരുന്ന് കഴിക്കുക, അതിന്റെ കൂടെ ഇതും കൂടി ആവാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. കാരണം വീട്ടിലുള്ള ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല. പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ അവരുടെ നിറം, അതിന്റെ മണം, പിന്നെ അതിന്റെ രുചിയെല്ലാം കണ്ട് കുട്ടികൾ അതിന് എനിക്ക് തോന്നുന്നു കുറെ ആള് വരെ പാരന്റ്സ് അതിന് കൂട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അവന് ഇവിടുന്ന് ഒന്നും കഴിക്കൂല. അപ്പൊ അവനൊരു 500 രൂപ കൊടുത്താൽ അവന് അവന്റെ പാട് നോക്കിക്കോളും. ഒരു 2-3 ദിവസത്തേക്ക് പിന്നെ പൈസ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഈ എന്താ പറയണ്ടേ, ഡെയിലി നമ്മളിപ്പം പിന്നെ ഒന്നുമില്ല, എന്തെങ്കിലും പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ആണെന്നില്ല, അങ്ങനെ വരെ മക്കളെ മോശമാക്കുന്നവരുണ്ട്. കാരണം വീട്ടിലെ ഫുഡ് നിർബന്ധമായിട്ട് കഴിപ്പിക്കുക. അതിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കമ്പനി കൂടും, മദ്യം, അതിലേക്കെല്ലാം കുട്ടികൾ പോകും. അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സാറിന്റെ ക്ലാസ്സിലുള്ള പോലത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഫുഡ് നേരത്തെ ഇപ്പൊ രാവിലെ 7 മണിക്കാണെങ്കിലും രാത്രി ഒരു 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം എന്ന് പറയാൻ കാരണം, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ റെസ്റ്റ് വയറ്റിന് കൊടുത്തിട്ട് പിന്നെയാണ് കിടന്നുറങ്ങുക. അല്ലാതെ വേഗം പോയിട്ട് കിടന്നുറങ്ങുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് 7 മണി മുതൽ 9 മണിയുള്ള രാത്രിയുള്ള സമയം പിന്നെ പെരിക്കാർഡിയം വർക്ക് ചെയ്യും. അതുപോലെ 9 മണി മുതൽ 11 മണി വരെ ട്രിപ്പിൾ ഹീറ്റ് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോന്നും പണിയെടുക്കാൻ വേണ്ടി വരുമ്പോ നമ്മൾ കറക്റ്റായിട്ട് ഉറക്കം വലിയ ഘടകമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവരവരെ പണി ചെയ്യാതെ പോവും. വർക്കേഴ്സ് എല്ലാം വന്നിട്ട് മിണ്ടാണ്ട് പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുക എന്നുള്ളത് ഈ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. സ്നേഹമുള്ള മാം എന്തൊക്കെ പറയുന്നോ? സാറേ, ഞാനേ സകലതും പാലിച്ചു. എനിക്ക് അണ്ടർ വെയ്റ്റും ആണ്. പക്ഷേ ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പേ ഞാൻ വെറുതെ ചെറിയൊരു നെഞ്ചുവേദന പോലെ വന്ന് പോയി നോക്കിയപ്പം 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ നീന്താനൊക്കെ പോയതാ. ഒരു ദിവസം നീന്താൻ പോയി, ഒരു ദിവസം നടക്കാൻ പോകും, ഒരു ദിവസം യോഗയ്ക്ക് പോകും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നേ. ഫുഡ് ഞാൻ വളരെ കുറച്ചാ കഴിക്കുന്നത്. കറി പോലെ ചോറ്, മിക്കവാറും ചോറ് രാത്രി കഴിക്കത്തില്ല. എല്ലാം പാലിച്ചിട്ടും എനിക്ക് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഡയബറ്റിക് ആയിരുന്നു. അതിന്റെ മാത്രം ഗുളികയെ കഴിക്കുന്നുള്ളായിരുന്നു. ഡയബറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും മാറി. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആ വലിയൊരു പ്രോബ്ലം. നേരത്തെ പോലുള്ളതാണോ ഡയബറ്റിക്സ് അതോ? നേരത്തെ ഉള്ളത്, എന്നാലും അത് കൺട്രോൾഡ് ആയിരുന്നു. ഞാനിങ്ങനെ നടക്കുക ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മരുന്ന് ഒറ്റ ഗുളിക മതിയായിരുന്നു, രാവിലെ മാത്രം. ജനൂവിയ എന്നൊരു ഒറ്റ ഗുളിക. പക്ഷെ അതെല്ലാം പോയി. ഇപ്പൊ 2 ആഴ്ചയായി ചെയ്തിട്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. റെസ്റ്റ് എടുക്കുവാണല്ലേ? ഓ ആ ശരി. എത്ര ബ്ലോക്ക് 3 ബ്ലോക്ക് ഉണ്ട്. 2 ചെയ്താൽ മതി, 1 കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ചെയ്തോടെ എല്ലാ പ്രശ്നവും തീർന്നു. ഇപ്പൊ എല്ലാരും പറയുന്ന കേട്ടപ്പോ ഇനിയും വരുമെന്ന് മനസ്സിലായി. അല്ല, വരും, അങ്ങനെയല്ല പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സിസ്റ്റം ഇതിപ്പോൾ നമ്മളൊരു അവിടെയും ഭക്ഷണക്രമത്തിനും എല്ലാത്തിനും ഇതുണ്ട്. പക്ഷെ മാമിന്റെ കേസിൽ ഇപ്പൊ നമ്മളെന്താ ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞ പോലെയാ, ആ 50 താഴെയാ വെയിറ്റ്. സ്നേഹലത മാം, ഈ സന്ദർഭത്തില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പങ്കുവെക്കട്ടെ. മാം ധാരാളം മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിലുള്ളൂ. വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നവന് പോലും ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കാറുണ്ട് അല്ലേ? അവൻ റോഡിലായിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ചില വിധികൾ വന്നാൽ അതിനെ നമുക്ക് തടയാൻ പറ്റൂല. പക്ഷേ എന്നിരുന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മള് റോഡിലെ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിക്കുക. അല്ലാതെ ചെന്നിടിക്കുന്നതും വന്നിട്ടിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നിടത്തോളം സ്വയം നിയന്ത്രണം മതി. ഇപ്പൊ മാം ഒന്ന് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആൻജിയോപ്ലാസ്റ്റി ധാരാളം മതി. ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇയാളെ കയറി കൈകാര്യം ചെയ്യാം. താങ്ക് യു.
ഓക്കെ. സാറേ അതിൽ എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടല്ലോ സാറേ, ജോഷി സാറ് പറഞ്ഞില്ലേ BP കൂടിയെന്ന്. BP കൂടിയിട്ടാകുമ്പം പല കാര്യങ്ങളും മുരിങ്ങ ഇല കഴിച്ചു എന്നുള്ളത്. ഈ BP കൂടിയിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പിൽ നമ്മൾ ഇരുന്നും കൊണ്ട് ശീതളി പ്രാണായാമം ചെയ്യുന്നുണ്ടെങ്കിലോ സാറേ, കുറച്ചു നേരം ചെയ്താല് ശീതളി പ്രാണായാമം ഒന്നുമില്ല, നാവ് ഇങ്ങനെ ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുക, വലിക്കുക, ശ്വാസം താഴെ, അങ്ങനെ ശീതളി അല്ലെങ്കിൽ ശീതക്കാരി ചെയ്താല് തീർച്ചയായിട്ടും ആ BPന്റെ ആ രണ്ടാമത് നോക്കുമ്പോൾ അതിന്റെ റേറ്റ് കുറച്ച് മാറിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്താണ് ഒരു പേഷ്യന്റിന്. സോ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്ലാസ്സും കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.